ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എമർജൻസി ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ ത്രില്ലർ സിനിമയുമായിട്ടാണ്. ത്രില്ല് മാത്രമല്ല, ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമ്മളുടെ എല്ലാം കണ്ണ് നനയിക്കുന്ന സംഭവ വികാസങ്ങളും സിനിമയിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമ എന്തായാലും കണ്ടു നോക്കുക. ഇനി കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നാണെങ്കിൽ ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സൗത്ത് കൊറിയയിലെ ഒരു എയർപോർട്ടിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ ജിൻസിയോക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എയർപോർട്ട് അതോറിറ്റിയോട് ഏത് ഫ്ലൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എന്ന് ചോദിക്കുന്നു. എനിക്ക് കൂടുതൽ തിരക്കുള്ള വിമാനത്തിൽ പോകാനാണ് ഇഷ്ടമെന്ന് അയാൾ അവരോട് പറയുന്നു. പക്ഷേ അതോറിറ്റിയിലുണ്ടായ ആ പെൺകുട്ടി അത് യാത്രക്കാരുടെ പേഴ്സണൽ വിവരമാണെന്നും അത് ഞങ്ങൾക്ക് കൈമാറാൻ സാധിക്കില്ല എന്നുമൊക്കെ പറഞ്ഞ് അവനോട് ക്ഷമ ചോദിക്കുന്നു. അതോടെ ജിൻസിയോക്കിന് വളരെയധികം ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെ ആൾക്കാർ മുന്നിൽ ഇളിച്ചോണ്ടിരിക്കല്ലേ, കാണുമ്പോൾ ഒരു വേശ്യയെ പോലെ തോന്നുന്നു എന്നും പറഞ്ഞിട്ട് ജിൻസിയോക്ക് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം പോലീസ് ഓഫീസറായ ഇൻഹോയെ അയാളുടെ മകളെയുമാണ് കാണിക്കുന്നത്. പുള്ളിക്കാരന്റെ ഭാര്യയാണെങ്കിൽ US-ലുള്ള ഹവായിലേക്ക് സോളോ ട്രിപ്പ് പോയിരിക്കുകയാണ്. ഈ കാര്യം മകൾ അച്ഛനോട് പറയുന്നു. അച്ഛനെപ്പോഴും ജോലി തിരക്ക് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഫാമിലി ടൂറിന് പോലും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഒറ്റയ്ക്ക് ഹവായിലേക്ക് പോയത് എന്ന് മകൾ അച്ഛനോട് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും എയർപോർട്ടാണ് കാണിക്കുന്നത്. സൂമിൻ എന്ന കുട്ടിയെയും അവളുടെ അച്ഛനായ ജെഹ്യൂക്കിനെയുമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. അവർ ചെക്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറെ നേരമായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. അവരും ഹവായിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ടൂറൊന്നുമല്ല. നമ്മുടെ സൂമിന് എന്തോ ഒരു അസുഖമുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മോളെയും കൂട്ടിയിട്ട് ജെ ഇപ്പോൾ ഹവായിലേക്ക് പോകുന്നത്. അതിനിടയിൽ നമ്മുടെ സൂമി ബാത്റൂമിൽ പോകണമെന്ന് അച്ഛനോട് പറഞ്ഞ് അവിടെ നിന്നും ബാത്റൂമിലേക്ക് പോകുന്നു. ലേഡീസ് ടോയ്ലറ്റിലെത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. കൂടുതൽ സമയം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾ നേരെ ജെൻസ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. തുടർന്ന് നമ്മുടെ സിയോക്കിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ഒരു ടോയ്ലറ്റിനുള്ളിലാണുള്ളത്. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കക്ഷത്തിൽ കത്തി കൊണ്ട് വരഞ്ഞ് ഒരു മുറിവുണ്ടാക്കുന്നു. അതിനുള്ളിലേക്ക് ഒരു ചെറിയ കുപ്പി പോലൊരു സാധനം കയറ്റി വയ്ക്കുന്നു. ശേഷം അത് തുന്നിച്ചേർക്കുന്നു. അവൻ എന്താണ് കക്ഷത്തിലേക്ക് തുന്നിച്ചേർത്ത് വെച്ചത് എന്ന് കഥ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതേസമയം നമ്മുടെ ഇൻഹോ ഭാര്യയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസും കോലാഹലങ്ങളുമൊക്കെയായിട്ട് തിരക്കായതുകൊണ്ടാണ് ഒരു ഫാമിലി ടൂറായിട്ട് പ്ലാൻ ചെയ്ത ആ ട്രിപ്പിന് ഇൻഹോയ്ക്ക് പോകാൻ സാധിക്കാതിരുന്നത്. അതിന്റെ പരിഭവം ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ പുള്ളിക്കാരിയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുമുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ സിയോക്കിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങി കയ്യിലെ രക്തമെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ടോയ്ലറ്റിൽ നിന്നും ആരോ അയാളെ വാച്ച് ചെയ്യുന്നതായിട്ട് സിയോക്ക് ശ്രദ്ധിക്കുന്നു. അത് ആരാണെന്നറിയാൻ സിയോക്ക് ആ വാതിലിനടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തിട്ട് നമ്മുടെ ജെയ് അങ്ങോട്ടേക്ക് എത്തുന്നു. ആ ടോയ്ലറ്റിനുള്ളിലുണ്ടായിരുന്നത് വേറെ ആരുമായിരുന്നില്ല, സൂമിനായിരുന്നു. അച്ഛനെ കണ്ടതും അവൾ വേഗം അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവളെയും കൂട്ടി ജെയ് അവിടെ നിന്നും പോകുന്നു. താൻ ചെയ്തതൊക്കെ അവൾ കണ്ടു കാണുമോ എന്നുള്ള ഒരു സംശയം നമ്മുടെ സിയോക്കിനുണ്ട് കേട്ടോ. മറുവശത്ത് നമ്മുടെ ഇൻഹോ സ്റ്റേഷനിലെത്തി. അയാളുടെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസുകാരൻ പറയും, ഇന്നൊരു കുഴപ്പിക്കുന്ന കേസ് വന്ന് ചാടിയിട്ടുണ്ട്. ഏതോ ഒരുത്തൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിമാനം ആക്രമിക്കുമെന്നും അതിലുള്ളവരെ കൊല്ലുമെന്നും ഒക്കെയാണ് അവൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതാണ് ഫ്ലൈറ്റ്, എന്താണ് അവന്റെ ഉദ്ദേശമെന്നൊന്നും അവൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇനി രസമുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട കുറച്ച് കുട്ടികൾ പറഞ്ഞത് അത് തങ്ങളുടെ വീടിനടുത്തുള്ള ആളാണെന്നാണ്. പക്ഷേ അത് ഉറപ്പിക്കാൻ മാത്രം നമുക്ക് അയാളുടെ മുഖം വ്യക്തമായിട്ട് കാണാനും പറ്റുന്നില്ല ആ വീഡിയോയിൽ. തുടർന്ന് ഇൻഹോയും സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് ആ വീഡിയോയെ പറ്റി ചർച്ച ചെയ്യുന്നു. ആ വീഡിയോയിൽ ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് കൊറിയൻ ഭാഷയിലല്ല, ഇംഗ്ലീഷിലാണ്. ഒരു കൊറിയക്കാരൻ എന്തിനാ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്? മാത്രമല്ല കൊറിയൻ എയർപോർട്ടിലൊക്കെ നല്ല ചെക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ ഒരു സാധനം എടുത്തിട്ട് നേരെ ഫ്ലൈറ്റിലേക്കൊന്നും കയറി പോകാൻ പറ്റില്ല. അതൊരു പക്ഷേ വെറുതെ ഒരുത്തൻ തമാശയ്ക്ക് പ്രാങ്കായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇൻഹോയോട് ബാക്കിയുള്ളവർ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും എയർപോർട്ടിലേക്ക്. അവിടെ നമ്മുടെ മിന്നും ജെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സിയോക്ക് അങ്ങോട്ടേക്ക് വരുന്നു. നീ വളരെ ക്യൂട്ടാണല്ലോ, നിനക്കെത്ര വയസ്സായി എന്ന് സിയോക്ക് മിന്നിനോട് ചോദിക്കുന്നു. സൂമിൻ പക്ഷേ അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഉടനെ തന്നെ സിയോക്ക് ജെയോട്, ഇവളുടെ അമ്മയെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഭാര്യയില്ലേ, നിങ്ങളെന്താ എവിടെയെങ്കിലും വെക്കേഷന് പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പെട്ടിപ്പുറത്തുണ്ടായിരുന്ന ടിക്കറ്റൊക്കെ നോക്കിയിട്ട് ഓ ഹവായിലേക്കാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് നമ്മുടെ ജെയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവന് ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങി. അവൻ വേഗം തന്നെ സൂമിനെയും കൂട്ടി അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. സിയോക്ക് വിടുന്ന ലക്ഷണമില്ല. നിങ്ങളും ഭാര്യയും ഡൈവേഴ്സ് ആയതാണോ എന്നും ചോദിച്ച് അവൻ അവരുടെ പിന്നാലെ പോകുന്നു. തനിക്ക് എന്നെ അറിയാമോ എന്ന് ജെ അവനോട് ചോദിക്കുന്നു. ഇല്ല. പിന്നെ നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്റെ ഭാര്യയെ പറ്റിയൊക്കെ നീ എന്തിനാ അറിയുന്നത് എന്നും പറഞ്ഞ് ജെ അവനോട് ചൂടാവാൻ തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ സൂമിൻ ജെയുടെ ചെവിയിലേക്ക് എന്തോ പറയുന്നു. അത് കേട്ട് ഒരൽപ്പം പരിഭ്രാന്തിയോടെ ജെ സൂമിനെയും കൂട്ടി അവിടെ നിന്നും വേഗത്തിൽ നടക്കുന്നു. സിയോക്കാകട്ടെ വേഗം അവർക്ക് പിന്നാലെ ചെന്ന് എന്താ നിങ്ങളെ മോൾ എന്നെ പറ്റി പറഞ്ഞത്, അവൾ എന്താ പറഞ്ഞത് എന്നും പറഞ്ഞ് ജെയെ പിടിച്ചു നിർത്തുന്നു. ഇവിടെ ഒന്ന് പോടോ, ഞങ്ങളെ വെറുതെ വിട്. ജെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. സിയോക്കാകട്ടെ അവർ പോകുന്നത് നോക്കി നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇൻഹോയെയും അയാളുടെ അസിസ്റ്റന്റ് പോലീസുകാരനെയുമാണ് കാണിക്കുന്നത്. നേരത്തെ
കുറച്ച് കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ട് ആളെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അവർ രണ്ടുപേരും. ആ വീഡിയോയിൽ അവൻ അഡ്വാൻസ് ഇംഗ്ലീഷ് ആണല്ലോ പറയുന്നത്. മാത്രമല്ല അവന്റെ മുഖം അത്രക്ക് വ്യക്തവുമല്ല, മുഴുവൻ ഇരുട്ടാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ അവനെ തിരിച്ചറിഞ്ഞു? നിങ്ങൾ വെറുതെ പറ്റിക്കുന്നതല്ലേ, നിങ്ങൾക്ക് അവനെ മനസ്സിലായിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഇൻഹോ അവരോട് ചോദിക്കുന്നു. നിങ്ങൾ ഫോണിന്റെ ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂട്ടിയാൽ മതി, അപ്പൊ തന്നെ ആളെ മനസ്സിലാവും. ഞങ്ങൾക്ക് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നിങ്ങളെന്ന് പറഞ്ഞ അഡ്വാൻസ് ഇംഗ്ലീഷോ? പിന്നെ LP സ്കൂളിലെ പിള്ളേർ പറയുന്ന ഇംഗ്ലീഷ് മാത്രമേ പുള്ളിക്കാരൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് അറിയാവുന്ന ഈ കൊറിയൻ കൊച്ചുകുട്ടികൾ ഇംഗ്ലീഷിൽ നമ്മുടെ പോലീസുകാരെ കളിയാക്കുന്നു. വാ വിളിച്ച് നിൽക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഇൻഹോയ്ക്കും അസിസ്റ്റന്റിനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആ കുട്ടികൾ അവർക്ക് ആ ചെറുപ്പക്കാരന്റെ വീട് പറഞ്ഞു കൊടുക്കുന്നു. ഇൻഹോയും അസിസ്റ്റന്റും അവിടെ എത്തിയപ്പോൾ ആ വീടിന്റെ ഡോറ് ലോക്ക് ചെയ്തിരുന്നില്ല. അത് തുറന്നു നോക്കിയപ്പോഴേക്കും അവിടെ മുഴുവൻ എന്തോ ഒരു ദുർഗന്ധം പരക്കുന്നു. ഉടനെ തന്നെ അവർ രണ്ടുപേരും ആ വീടിനുള്ളിലേക്ക് കയറി അവിടം സെർച്ച് ചെയ്യാൻ തുടങ്ങി. മറുവശത്ത് എയർപോർട്ടിലാവട്ടെ സിയോക്ക് ഹവായിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നു. ഇവിടെ വീട്ടിലാവട്ടെ ഇൻഹോയും അസിസ്റ്റന്റും ആ വീട് ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലുകാച്ചിൽ ആശുപത്രി, പാലുകാച്ചിൽ ആശുപത്രി, പാലുകാച്ചിൽ ആശുപത്രി എന്ന് പണ്ട് അംബുജാക്ഷൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ ആ വീടും എയർപോർട്ടും ആ വീടും എയർപോർട്ടും ആ വീടും എയർപോർട്ടും മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ സിയോക്കിന്റെ സെക്യൂരിറ്റി ചെക്ക് നടക്കുകയാണ്. പെട്ടെന്ന് അലാറം മുഴങ്ങുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ അവന്റെ കീശയിൽ നിന്നും ഒരു സാധനം കിട്ടുന്നു. അത് ഇൻഹേലർ ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ സെക്യൂരിറ്റി അപ്രൂവലും വാങ്ങി ഉള്ളിലേക്ക് പോകുന്നു. അവന്റെ കക്ഷത്തിൽ ഒളിപ്പിച്ചിരുന്ന ആ സാധനം ആ സെക്യൂരിറ്റി ചെക്കിൽ പിടിക്കപ്പെട്ടില്ല. തുടർന്ന് ഹവായിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരെ ബോർഡ് ചെയ്തു തുടങ്ങി. നമ്മുടെ സൂമിനും ജെയും വിമാനത്തിൽ കയറി അവരുടെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് സിയോക്കും അതേ ഫ്ലൈറ്റിൽ തന്നെയാണ് കയറിയിരിക്കുന്നത് എന്ന് നമ്മുടെ ജെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇൻഹോയില്ലേ, പുള്ളിക്കാരന്റെ ഭാര്യയും ഇതേ ഫ്ലൈറ്റിൽ തന്നെയാണ് കയറുന്നത്. അങ്ങനെ 121 യാത്രക്കാരും ആ വിമാനത്തിലേക്ക് കയറിക്കഴിഞ്ഞു. തുടർന്ന് അത് കൺഫേം ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് ക്രൂ ആ വിമാനത്തിന്റെ ഡോറുകൾ അടയ്ക്കുന്നു. ശേഷം എയർ ഹോസ്റ്റസ് യാത്രക്കാരോട് സീറ്റ് ബെൽറ്റ് ടൈറ്റൻ ചെയ്യാൻ പറയുന്നു. സ്കൈ കൊറിയ എയർലൈൻസ് KI-501 ഈസ് റെഡി ഫോർ ഡിപ്പാർച്ചർ എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നു. ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഇതേസമയം ആ വീടിനുള്ളിൽ സെർച്ച് ചെയ്യുകയായിരുന്ന ഇൻഹോ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ ഒരു ശവശരീരം കാണുന്നു. അത് കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചുപോയി. മറുവശത്താവട്ടെ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതേസമയം മറുവശത്ത് ആ വീട്ടിലാവട്ടെ പോലീസുകാരും ഫോറൻസിക്കുകാരും ആൾക്കാരും പത്രക്കാരും എല്ലാവരും എത്തി. ഫോറൻസിക്കുകാർ ആ ശവശരീരം പരിശോധിക്കുന്നു. അതിന്റെ സ്കൾ പൊട്ടി തകർന്നിട്ടുണ്ടെന്നും ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ടെന്നും ഫോറൻസിക്കുകാർ പറയുന്നു. അപ്പൊ ഇൻഹോ ചോദിക്കും, അതാണോ മരണകാരണം? പക്ഷെ അതല്ല മരണകാരണം എന്നുള്ളതാണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുത. ഇയാളുടെ ശരീരത്തിലെ ചെറിയ ബ്ലഡ് കാപ്പിലറീസ് എല്ലാം ബേസ്റ്റ് ആയിട്ടുണ്ട്. മാത്രവുമല്ല രക്തം ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ അയാളുടെ രക്തത്തിൽ ഏതോ ഒരു പോയിസണിന്റെ സാന്നിധ്യവുമുണ്ട്. അതാണ് മരണകാരണം എന്ന് ഫോറൻസിക് വിദഗ്ധൻ ഇൻഹോയോട് പറയുന്നു. ഇതേസമയം ആ വിമാനത്തിൽ യാത്രക്കാരെല്ലാം സന്തോഷവാന്മാരാണ്. പക്ഷെ നമ്മുടെ ജെ ഒരൽപ്പം അസ്വസ്ഥതയോടുകൂടിയാണ് അതിൽ ഇരിക്കുന്നത്. അയാളുടെ ഈ ഡിസ്കംഫർട്ടൊക്കെ കണ്ടിട്ട് ചീഫ് എയർ ഹോസ്റ്റസ് വന്നിട്ട് ജെയോട് കാര്യം തിരക്കുന്നു. ഉടനെ തന്നെ സൂമിയും പറയും, എന്റെ അച്ഛന് വിമാനത്തിൽ കയറാൻ പേടിയാണെന്ന്. വെറുതെ വരുന്ന പറയല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ വലിയ ആൾക്കാർക്കൊന്നും വിമാനത്തിൽ കയറാൻ പേടിയുണ്ടാവില്ല എന്ന് ജെ പറഞ്ഞു തീർന്നതും ആ വിമാനം ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നു. അപ്പോഴേക്കും ജെഹോയുടെ മുഖമൊക്കെ കാണണം, അവൻ പേടിച്ച് വിറച്ച്. അത് കണ്ട് ആ എയർ ഹോസ്റ്റസും ചിരിക്കുന്നു. ഇതേസമയം നമ്മുടെ സിയോക്ക് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് വീണ്ടും ഇൻഹോയെയും സംഘത്തെയും കാണിക്കുന്നു. ആ സൈക്കോയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറെ വീഡിയോ കാസറ്റുകളിലുള്ള വീഡിയോ അവർ ഓരോന്നായിട്ട് കാണുകയാണ്. ആ വീഡിയോയിലുണ്ടായിരുന്നത് കുറെ എലികളെ വെച്ച് ആരോ ഒരാൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ്. ഇതേസമയം ഫ്ലൈറ്റിലെ ബാത്റൂമിൽ കയറിയ സിയോക്ക് അവന്റെ കക്ഷത്തിൽ ഒളിപ്പിച്ചിരുന്ന ആ കുപ്പി വേദന സഹിച്ച് അവൻ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ടോ അവന്റെ കയ്യിൽ ഒരു ഇൻഹേലർ ഉണ്ടായിരുന്നില്ലേ, അതിനുള്ളിലേക്ക് ആ കുപ്പി ഫിക്സ് ചെയ്യുന്നു. തുടർന്ന് ആ കുപ്പിയിലുണ്ടായിരുന്ന എന്തോരു തരം പൊടി ആ ബാത്റൂമിലെല്ലാം സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇതേസമയം ആ വീഡിയോ പരിശോധിക്കുകയായിരുന്ന ഇൻഹോയും സംഘവും കാണുന്നത് എലികളുള്ള ആ ട്രാൻസ്പെറന്റ് കൂട്ടിലേക്ക് ആ വ്യക്തി എന്തോരു തരം പൊടി വിതറുന്നതാണ്. പൊടി വിതറി ഏറെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ എലികളുടെ കണ്ണിൽ നിന്നെല്ലാം രക്തം പുറത്തേക്ക് ചീറ്റുന്നു. ചോര ഛർദ്ദിച്ച് ആ എലികൾ ഓരോന്നും മരിച്ചു വീഴുന്നു. അയാളെ വിതറുന്നത് എന്തെങ്കിലും വിഷമാണോ എന്ന് ഇൻഹോ ഫോറൻസിക്കുകാരനോട് ചോദിക്കുന്നു. ആ സമയത്താണ് അവർക്ക് നേരത്തെ ഒരു ഡെഡ് ബോഡി കിട്ടിയിരുന്നില്ലേ, അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത്. ആ വ്യക്തി മരിച്ചിരിക്കുന്നത് നേരത്തെ ഇവർ ചിന്തിച്ചതുപോലെ പോയിസണേറ്റല്ല, വൈറസ് ബാധയേറ്റാണ് എന്നതായിരുന്നു ടെസ്റ്റ് റിസൾട്ട്. തുടർന്ന് അവർ ഓരോ കാസറ്റും പ്ലേ ചെയ്തു നോക്കുന്നു. അതോടെ അവർക്കൊരു കാര്യം വ്യക്തമായി. ആ പൊടി വിതറിയ ശേഷം എലികൾ മരിക്കാനുള്ള സമയം കൂടുതൽ പരീക്ഷണങ്ങൾ കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് അവർ പേടിയോടെ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല പൊടിയുടെ രൂപത്തിൽ അവൻ ആ കൂട്ടിലേക്ക് വിതറിക്കൊണ്ടിരുന്നത് വൈറസ് ആണെന്ന് അവർ തിരിച്ചറിയുന്നു. അതായത് ആ സൈക്കോ സിയോക്ക് ഇപ്പോ ഫ്ലൈറ്റിന്റെ ടോയ്ലറ്റിൽ വിതറിക്കൊണ്ടിരിക്കുന്നത് ഈ വൈറസിനെയാണ്. അവിടെയെല്ലാം അത്
കൊണ്ട് സ്പ്രേ ചെയ്തതിന് ശേഷം സിയോക്ക് ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോഴതാ നമ്മുടെ സൂമിൻ ടോയ്ലറ്റിലേക്ക് പോകാനായി പുറത്ത് കാത്തു നിൽക്കുന്നു. അവളെ കണ്ടതും സിയോക്ക് ഒരു സൈക്കോ ചിരിച്ചിരിക്കുന്നു. എന്താ ബാത്റൂമിലേക്ക് പോവുകയാണോ? എന്നെ നിനക്ക് പേടിയാണോ? ഞാനത്ര മോശം വ്യക്തിയൊന്നുമല്ല കേട്ടോ, നീ പൊക്കോ എന്ന് പറഞ്ഞ് സിയോക്ക് സൂമിന് വേണ്ടി വഴി മാറിക്കൊടുക്കുന്നു. അവള് ബാത്റൂമിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും വേറൊരു യാത്രക്കാരൻ ഓടി വന്ന് എനിക്ക് വളരെ അർജന്റാണ്, ഞാൻ കയറട്ടെ എന്നും പറഞ്ഞിട്ട് അയാള് വേഗം വാതിൽ തുറന്നകത്തേക്ക് കയറുന്നു. നീ ഭയങ്കര ലക്കിയാണല്ലോടി മോളെ എന്ന് പറഞ്ഞ് സിയോക്ക് അവളുടെ ചെവിയിലേക്ക് മറ്റെന്തോ കൂടി മന്ത്രിക്കുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അത് കേട്ടു നിന്ന സൂമിനാവട്ടെ ഞെട്ടിത്തരിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. മറുവശത്ത് നമ്മുടെ ഇൻഹോയ്ക്കും സംഘത്തിനും അവനൊരു വൈറസ് അറ്റാക്കാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അവർ വേഗം എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നു. ഒരു കാരണവശാലും തന്റെ ഭാര്യ കയറിയ ആ ഫ്ലൈറ്റിലാവരുതേ അവൻ കയറിയത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻഹോ അസിസ്റ്റന്റിനെയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം ഫ്ലൈറ്റിലെ ടോയ്ലറ്റിൽ അപ്പിയിട്ടുകൊണ്ടിരിക്കുന്നവൻ തന്റെ ദേഹത്ത് എന്തൊക്കെയോ പൊടി വീഴുന്നത് ശ്രദ്ധിക്കുന്നു. അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത് ആ മുറി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത് അവൻ കാണുന്നു. വേഗം തന്നെ കയറിയ കാര്യം തീർത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസിനോട് നിങ്ങൾ എന്താ ടോയ്ലറ്റ് ഒന്നും കൃത്യമായിട്ട് സൂക്ഷിക്കാത്തത്? അതിനുള്ളിൽ നിന്ന് എന്തോ പൊടി വീണുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊരു ചീപ്പ് സർവീസ് ആയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ക്ഷമിക്കണം സാർ, ഞാൻ ഉടനെ തന്നെ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ എയർ ഹോസ്റ്റസ് ടോയ്ലറ്റിൽ പോയി ചെക്ക് ചെയ്യുന്നു. അത് വൈറസ് ആണെന്ന് മനസ്സിലാക്കാതെ പുള്ളിക്കാരി പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു. ഇതേസമയം നമ്മുടെ ഇൻഹോയാവട്ടെ പുള്ളിക്കാരന്റെ ഭാര്യയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കാതെ ഫ്ലൈറ്റിലിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മുടെ ജയെ കാണിക്കുന്നു. പുള്ളിക്കാരന് രാത്രി ഉറക്കമില്ലാന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങിയപ്പോൾ അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ സമയത്ത് അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വ്യക്തി ലാപ്ടോപ്പിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നിയ ജെ അയാളോട് അതെന്താണെന്ന് ചോദിക്കുന്നു. അതെന്റെ ഫ്രണ്ടിന് വട്ടാണ്, അവൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നതാണ്, വെറുതെ പറ്റിക്കാൻ, പ്രാങ്ക് എന്ന് അയാൾ മറുപടി പറയുന്നു. ജെ ഉടനെ തന്നെ അയാളോട് ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ലാപ്ടോപ്പ് വാങ്ങി വീഡിയോ പ്ലേ ചെയ്തു നോക്കുന്നു. അതോടെ ആ വീഡിയോയിലുള്ളത് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന സിയോക്ക് തന്നെയാണെന്ന് ജയ്ക്ക് മനസ്സിലാവുന്നു. ജെ വേഗം സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സിയോക്കിനെ നോക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തരിച്ചു നിൽക്കുകയാണ് അവൻ. പെട്ടെന്നാണ് സൂമിൻ തന്റെ ഒപ്പം സീറ്റിലില്ല എന്ന് ജയ്ക്ക് മനസ്സിലാവുന്നത്. പുള്ളിക്കാരൻ വേഗം അവളെയും അന്വേഷിച്ച് ഫ്ലൈറ്റിലൂടെ നടക്കുന്നു. അപ്പോഴാണ് സൂമിൻ ടോയ്ലറ്റിനടുത്ത് നിൽക്കുന്നതായിട്ട് ജെ കാണുന്നത്. അവൻ വേഗം അങ്ങോട്ടേക്ക് പോകുന്നു. പാവം സൂമിൻ. നേരത്തെ സിയോക്ക് എന്തോ പറഞ്ഞതിന് ശേഷം പേടിച്ചു വരച്ച് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അവൾ. ജെ അവളെയും കൂട്ടി എയർ ഹോസ്റ്റസിന്റെ അടുത്ത് ചെന്ന് ആ വീഡിയോയും കാണിച്ച് ഈ വീഡിയോയിലുള്ളത് സിയോക്കാണെന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. പക്ഷെ വീഡിയോയിൽ അയാളുടെ മുഖം വ്യക്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഹോസ്റ്റസ് അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജെ പറയും അയാളുടെ കക്ഷത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്തോ സാധനം കൊണ്ടുവന്നതായും അതെന്റെ മകള് കണ്ടതായും ഒക്കെ അവരോട് പറയുന്നു. മാത്രമല്ല ടോയ്ലറ്റിനടുത്ത് വെച്ച് അയാൾ എന്റെ മകളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കെന്ന് ജെ എയർ ഹോസ്റ്റസിനോട് പറയുന്നു. ഉടനെ തന്നെ എയർ ഹോസ്റ്റസ് വളരെ സ്നേഹപൂർവ്വം സൂമിനോട് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. സൂമിനാകട്ടെ പേടിച്ചു വിറച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ വിമാനത്തിനുള്ളിൽ തന്നെ മരിക്കുമെന്നാണ് അയാൾ പറഞ്ഞത് എന്ന് അവരോട് പറയുന്നു. അത് കേട്ടപ്പോൾ എയർ ഹോസ്റ്റസ് അന്താളിച്ചുപോയി. അവൾ വേഗം തന്നെ സിയോക്കിന്റെ അടുത്ത് ചെന്ന് അവനോട് ID കാർഡ് ചോദിക്കുന്നു. അതെന്തിനാ ഈ സമയത്ത് എൻ്റെ ID? ഓൾറെഡി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാൻ വിമാനത്തിൽ കയറിയത് എന്ന് സിയോക്ക് അവരോട് ചോദിക്കുന്നു. സാർ അതൊന്നുമില്ല, മറ്റൊരു പാസഞ്ചറിന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇത് ചോദിക്കുന്നത് എന്ന് പുള്ളിക്കാരി മറുപടി പറയുന്നു. ആ സമയത്ത് സിയോക്ക് ജെ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നു. അതോടെ ജെയും സൂമിനുമാണ് ഇതിന്റെ പിന്നിലെന്ന് അവന് മനസ്സിലാവുന്നു. തുടർന്ന് അവൻ കൊടുത്ത ID കാർഡുമായിട്ട് ആ എയർ ഹോസ്റ്റസ് അവരുടെ അടുത്തേക്ക് വരുന്നു. സർ, നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒരു കുഴപ്പമില്ല, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, ഹവായിൽ നടക്കുന്ന ഒരു കോൺഫറൻസിന് വേണ്ടി പോവുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് സിയോക്ക് നൽകിയ ID കാർഡ് എയർ ഹോസ്റ്റസ് ജെയെ ഏൽപ്പിക്കുന്നു. അതിൽ ജിൻസിയോക്ക് ബ്രിക്കോം ലബോറട്ടറിയുടെ സീനിയർ റിസർച്ചർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആ എയർ ഹോസ്റ്റസ് പറയും സർ പേടിക്കാതിരിക്കൂ, നിങ്ങളുടെ മകളെ കണ്ടിട്ട് അവൾ നുണ പറയുകയാണെന്ന് ഞങ്ങൾക്കും തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചോളാം എന്ന് ജയ്ക്ക് ഉറപ്പു നൽകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പൈലറ്റ്സിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന എയർ ഹോസ്റ്റസ്മാരെയാണ്. 2 പൈലറ്റാണ് ഇപ്പോൾ കോക്പിറ്റിലുള്ളത്. അതിലൊരാൾക്ക് വേണ്ടി വെജിറ്റേറിയൻ ഭക്ഷണവും മറ്റൊരാൾക്ക് വേണ്ടി നോൺ വെജ് ഭക്ഷണവുമാണ് അവർ തയ്യാറാക്കുന്നത്. ആ നോൺ വെജ് ഭക്ഷണത്തിന് ചുറ്റും വൈറസ് പൊടി പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭക്ഷണവും കൊണ്ട് ഒരു എയർ ഹോസ്റ്റസ് കോക്പിറ്റിലേക്ക് പോകുന്നു. 2 പേർക്കും ഭക്ഷണം നൽകുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടിയ പുള്ളിക്കാരൻ പറയും എനിക്കും നോൺ വെജ് ഭക്ഷണം തന്നെ മതി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഹെർബൽ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോൺ വെജ് കഴിക്കാതിരുന്നത്. ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ചോയ് എന്ന പൈലറ്റ് പറയും കുഴപ്പമില്ല, ഞാൻ വെജിറ്റേറിയൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് അയാളുടെ ഫുഡ് കോ പൈലറ്റിന് വേണ്ടി നൽകുന്നു. അങ്ങനെ വൈറസ് ഉള്ള ആ നോൺ വെജ് ഭക്ഷണം കോ പൈലറ്റ് കഴിക്കുന്നു. ഇതേസമയം നമ്മുടെ ഇൻഹോയും അസിസ്റ്റന്റും എയർപോർട്ടിലെത്തിയിരുന്നു. അവിടെ അവർ സിയോക്കിനെ പറ്റി അന്വേഷിക്കുന്നു. അങ്ങനെ അയാളും ഹവായിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ബോർഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഇൻഹോയ്ക്ക് മനസ്സിലാവുന്നു. അതോടെ അയാൾക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി. കാരണം അയാളുടെ ഭാര്യയും അതേ ഫ്ലൈറ്റിൽ തന്നെയാണുള്ളത്. ഉടനെ തന്നെ നമ്മുടെ ഇൻഹോ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് വേഗം ആ ഫ്ലൈറ്റ് തിരിച്ചു വിളിക്കാൻ പറയുന്നു. അവരെല്ലാവരും അന്തം വിട്ടുപോയി. അവരെന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ വിമാനത്തിലെ പാസഞ്ചറിൽ ഒരാൾ ആ വിമാനത്തിൽ വൈറസ് അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം,
അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഫ്ലൈറ്റിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനോട് അവനെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ പിടിക്കാൻ പറ, അതിനുശേഷം നമുക്ക് ഫ്ലൈറ്റ് തിരിച്ചിറക്കാം എന്ന് ഇൻഹോ അവരോട് പറയുന്നു. സർ സോറി സർ, ഇത് ഫ്ലൈറ്റ് ആണ്, അല്ലാതെ ബാങ്ക് അല്ല, അതിനുള്ളിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നു. എന്ത്, ഫ്ലൈറ്റിൽ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഇല്ലാന്നോ എന്ന് ഇൻഹോയും അസിസ്റ്റന്റും ഞെട്ടിപ്പോയി. ആ സീൻ കട്ട് ചെയ്ത് വീണ്ടും വിമാനത്തിനുള്ളിലേക്ക്. നേരത്തെ ടോയ്ലറ്റിൽ പോയവനില്ലേ, അവൻ ഇങ്ങനെ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്നവൻ എന്ത് പറ്റിയോ, കുറെ നേരമല്ല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും, എന്താണെന്നറിയില്ല, കുറെ നേരമായിട്ട് ഭയങ്കരമായിട്ട് ഇച്ചിങ് ആണ്, മാത്രമല്ല എനിക്ക് നന്നായിട്ട് തണുത്ത് വറക്കുന്നുണ്ട് എന്ന് അവൻ മറുപടി പറയുന്നു. അവന്റെ കൈകളിൽ അലർജിക് റിയാക്ഷൻ പോലെ എന്തൊക്കെയോ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതേസമയം എയർപോർട്ടിലാവട്ടെ ആ ഉദ്യോഗസ്ഥരൊന്നും ഇൻഹോയെ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായില്ല. കൃത്യമായ തെളിവില്ലാതെ ഞങ്ങൾ എന്ത് ആക്ഷനാണ് സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, ഒരുപക്ഷെ അയാൾ അങ്ങനെ ഒരു അക്രമകാരിയാണെങ്കിൽ അവർ ബാക്കിയുള്ള യാത്രക്കാരെ ഉപദ്രവിച്ചേക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നത്. ഫ്ലൈറ്റ് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയ വീഡിയോ അയാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല അവന്റെ വീട്ടിൽ വെച്ച് ചീഞ്ഞളിഞ്ഞ ഒരു ശവശരീരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് തെളിവായിട്ട് തോന്നുന്നില്ലേ എന്ന് ഇൻഹോയുടെ അസിസ്റ്റന്റ് അവരോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഇൻഹോ അവരോട് ദേഷ്യപ്പെടാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സർ, നിങ്ങൾക്ക് വൈറസിനെ പറ്റി അറിയില്ലേ, അവനൊരു ഓർഡിനറി ക്രിമിനൽ അല്ല, അവൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ബയോളജിക്കൽ ടെററാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ വളരെയധികം വൈകിപ്പോവും, ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, ദയവേത് ഇനിയും വൈകരുത് എന്ന് ഇൻഹോ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. ഇതേസമയം വിമാനത്തിൽ ആ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ തന്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയി ചെക്ക് ചെയ്യാണ്. അവൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവൻ അന്താളിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കണ്ണിൽ നിന്നും രക്തം പുറത്തേക്ക് ചീറ്റിത്തെറിക്കുന്നു. പേടിച്ച് വിറച്ചുപോയ അവൻ ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി, എന്നെ സഹായിക്കണം, ഇവിടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് അലറിക്കരയുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ചോര ഛർദ്ദിച്ച് താഴേക്ക് വീഴുന്നു. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴേക്കും അയാൾ മരണപ്പെട്ടിരുന്നു. അതോടെ എല്ലാവരും പരിഭ്രാന്തരാവാൻ തുടങ്ങി. പക്ഷെ സിയോക്ക് മാത്രം ആ മരണം നോക്കി ഒരു സൈക്കോയെ പോലെ പുഞ്ചിരിക്കുന്നു. സോറി, അവൻ ഓൾറെഡി സൈക്കോ ആണല്ലോ, സോ ആ സൈക്കോ സിയോക്ക് ആ മരണം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ ചിരിക്കുന്നത് കണ്ട് നമ്മുടെ ജെ അവനെ കടന്നു പിടിച്ച് അടിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ കക്ഷ തൊളിപ്പിച്ച് നീ എന്തോ കൊണ്ടുവന്നിരുന്നില്ലേ, അതെന്താണെന്ന് പറയടാ എന്ന് പറഞ്ഞ് ജെ അവന്റെ ഷർട്ട് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നു. ഇതേസമയം നമ്മുടെ പൈലറ്റ്സിന് സിയോക്കിനെ കുറിച്ചും ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ഫാക്സ് ലഭിക്കുന്നു. ഉടനെ തന്നെ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കോ പൈലറ്റിനെ അവിടെ ഇരുത്തിയിട്ട് ചോയി യാത്രക്കാരുടെ അടുത്തേക്ക് വരുന്നു. ഈ സമയം നമ്മുടെ ജെ അവന്റെ ഷർട്ട് വലിച്ചൂരി അവന്റെ കക്ഷത്തിലുള്ള ആ മുറിവ് എല്ലാരെയും കാണിക്കുന്നു. നീ എല്ലാരെയും കൊല്ലുമെന്ന് എന്റെ മകളോട് പറഞ്ഞാലടാ, സത്യം പറയടാ, എന്താണ് സംഭവം എന്ന് പറഞ്ഞ് ജെ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചോയി അങ്ങോട്ടേക്ക് എത്തി ജെയെ പിടിച്ചു മാറ്റുന്നു. അവനെ പിടിച്ചു മാറ്റിയപ്പോഴാണ് ജെയുടെ മുഖം ചോയി ശ്രദ്ധിക്കുന്നത്. ഇരുവരും പരസ്പരം കണ്ടപ്പോൾ തന്നെ രണ്ടുപേരുടെയും മുഖഭാവം മാറുന്നു. അതായത് ഇവർ മുൻപേ പരിചയമുണ്ട്. എന്താണ് ആ പരിചയം എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ചോയ് ഉടനെ തന്നെ സിയോക്കിനോട് നിങ്ങളാണോ ജിൻ സിയോക്ക് എന്ന് ചോദിക്കുന്നു. ഒരല്പം ശങ്കിച്ചു നിന്നിട്ട് അയാളുടെ ചോദ്യം മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ സിയോക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയുന്നു. എനിക്ക് നിങ്ങളുടെ ഐഡിയ ഒന്ന് കാണണം എന്ന് ചോയ് സിയോക്കിനോട് പറയുന്നു. അതോടെ ചോയ്ക്ക് തന്നെക്കുറിച്ച് മനസ്സിലായി എന്ന് സിയോക്കിന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. യാത്രക്കാരെല്ലാം അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓടി രക്ഷപ്പെടാനൊന്നുമല്ല, കാരണം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ. അവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഹെയിലറിലുണ്ടായിരുന്ന വൈറസ് അവൻ അവിടെയെല്ലാം സ്പ്രേ ചെയ്യുന്നു. യാത്രക്കാരെല്ലാം കൂടി ചേർന്ന് അവനെ കീഴ്പ്പെടുത്തിയെങ്കിലും അപ്പോഴേക്കും ആ ഇൻഹെയിലറിലുള്ള വൈറസ് മുഴുവൻ ആ ഫ്ലൈറ്റിനുള്ളിലേക്ക് വ്യാപിച്ചിരുന്നു. തുടർന്ന് ഈ വിവരങ്ങളെല്ലാം താഴെ എയർപോർട്ട് കൺട്രോൾ റൂമിലേക്ക് എത്തുന്നു. സിയോക്കിനെ ഐസൊലേറ്റ് ചെയ്തുവെന്നും 40 വയസ്സുള്ള ഒരു യാത്രക്കാരൻ വൈറസ് ബാധിച്ച് മരിച്ചുവെന്നും ഫ്ലൈറ്റിൽ നിന്നും അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അത് കേട്ടതോടുകൂടി നമ്മുടെ ഇൻഹോ ആകെ തളർന്നുപോയി. വിമാനത്തിലുള്ള യാത്രക്കാരെല്ലാം ഇപ്പോൾ ടെൻഷനിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സിയോക്ക് ചെയ്തത് ഒരു വൈറസ് അറ്റാക്കാണെന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ. ആകെ അതറിയാവുന്നത് ചോയ്ക്ക് മാത്രമാണ്. ചോയിയും എയർ ഹോസ്റ്റസ്മാരും കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ നമ്മുടെ ജെ ചോയിയെ വിളിച്ച് അവനോട് സംസാരിക്കുന്നു. ചോയ് എയർ ഹോസ്റ്റസിനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞിട്ട് ജെയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. നിന്നെ എയർപോർട്ടിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു, ഇനി ഒരിക്കലും നിന്നെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നീ എന്റെ ഫ്ലൈറ്റിൽ തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്ന് ചോയ് ഒരല്പം ദേഷ്യത്തോടെ ജെയോട് പറയുന്നു. പാവൻ ജെ മറുപടി പറയാനാവാതെ അവൻ സ്തബ്ധനായി നിൽക്കുന്നു. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചോയ് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് നേരത്തെ ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത ഒരു എയർ ഹോസ്റ്റസ് ഇല്ലേ, പുള്ളിക്കാരി വന്നിട്ട് ഇപ്പൊ മരിച്ചുപോയ ആ പേഷ്യന്റ് നേരത്തെ എന്നോട് ഈ ടോയ്ലറ്റിൽ നിന്നും എന്തോ പൊടി വീഴുന്നതായിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോയിയോട് പറയുന്നു. അതേ തുടർന്ന് നമ്മുടെ ചോയ് ആ ടോയ്ലറ്റിലേക്ക് കയറി അവിടെയെല്ലാം പരിശോധിക്കുന്നു. ആ സമയത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചോര പുരണ്ട കുറേയധികം ടിഷ്യൂ പേപ്പേഴ്സ് അവൻ കാണുന്നു. ഇതേസമയം പുറത്ത് യാത്രക്കാരാവട്ടെ പലതരം അസ്വസ്ഥതകൾ
കാണിക്കാൻ തുടങ്ങി. ചിലർ ചുമയ്ക്കാൻ തുടങ്ങി, ചിലർക്ക് ഇച്ചിങ് വന്നു തുടങ്ങി. അതായത് ആ വൈറസ് പലർക്കും ഇൻഫെക്റ്റഡ് ആയി തുടങ്ങി. മറുവശത്ത് എയർപോർട്ടിലാവട്ടെ ഇപ്പോൾ ഈ സംഗതിയൊക്കെ വളരെ വലിയൊരു ആഭ്യന്തര പ്രശ്നമായി മാറിയല്ലോ. അതുകൊണ്ട് തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമും മിനിസ്റ്റർ കിമ്മും അങ്ങോട്ടേക്ക് എത്തുന്നു. ഉടനെ തന്നെ നമ്മളൊരു പത്രസമ്മേളനം വിളിച്ച് ഇതെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന് മിനിസ്റ്റർ കിം പറയുന്നു. അത് വേണ്ട മാഡം, നമ്മൾ ആദ്യം എന്താണ് സിറ്റുവേഷൻ എന്ന് അനലൈസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് സൊല്യൂഷനെ പറ്റി ആലോചിക്കാം എന്ന് പ്രസിഡന്റിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് അംഗമായ പാർക്ക് പറയുന്നു. ഇതേസമയം ഫ്ലൈറ്റിൽ നമ്മുടെ ചോയി കോ പൈലറ്റിനെ വിളിച്ചിട്ട് തൽക്കാലത്തേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നും കുറ്റവാളി ടോയ്ലറ്റിൽ എന്തോ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതായിട്ട് സംശയമുണ്ടെന്നും ഞാൻ അവിടെയെല്ലാം പരിശോധിച്ചു എന്നും പറയുന്നു. മാത്രമല്ല ഒരു യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തു. ഒപ്പമുള്ള പല യാത്രക്കാർക്കും ഇപ്പോൾ പല സിംറ്റംസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അയാളോട് പറയുന്നു. കുഴപ്പമില്ല, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും, ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞ് കോ പൈലറ്റ് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും അയാളും ഇൻഫെക്റ്റഡ് ആയിരുന്നു. കോ പൈലറ്റിന്റെ കയ്യിലും ഇൻഫെക്ഷന്റെ അടയാളങ്ങൾ കാണാമായിരുന്നു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചിരുന്നില്ല. താഴെ എയർപോർട്ടിലാവട്ടെ മന്ത്രിയും സംഘവും ഇതുവരെ നടന്ന കാര്യങ്ങളും കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയോക്ക് ആ പൊടി അവിടെ വിതറിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ ആ വിമാനത്തിനുള്ളിൽ വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഏകദേശം 20 വർഷത്തോളം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ആണ്. സോ അതിനുള്ളിലെ വെന്റിലേഷൻ അത്ര പ്രോപ്പറുമല്ല. അതുകൊണ്ട് തന്നെ വൈറസ് വേഗത്തിൽ പടരാൻ സാധ്യത കൂടുതലാണ് എന്ന് ക്രൈസിസ് മാനേജ്മെന്റ് ടീം മിനിസ്റ്ററോട് പറയുന്നു. ഇതേസമയം വിമാനത്തിലാവട്ടെ നേരത്തെ ആ ടോയ്ലറ്റിലെ പൊടിയൊക്കെ തുടച്ചു കളഞ്ഞ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അതായത് അവളും ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. ഇതേസമയം എയർപോർട്ടിലാവട്ടെ സിയോക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. 4 വർഷം മുമ്പ് വരെ സിയോക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് അവൻ അത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ബ്രിക്കോം എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മൈക്രോബയോളജി ഹെഡായിരുന്നു പുള്ളിക്കാരൻ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തു. പക്ഷേ അവർ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സിയോക്ക് വളരെ കാലം മുമ്പേ തന്നെ കമ്പനി വിട്ടുപോയി എന്നാണ് അവർ പറയുന്നത്. എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ടീം അംഗങ്ങൾ മിനിസ്റ്ററോട് പറയുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ ഈ സിറ്റുവേഷൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ല. നമ്മളെല്ലാവരും പബ്ലിക് സർവൻസ് ആണ്, അത് നമ്മൾ ഓർക്കണം എന്ന് മിനിസ്റ്റർ അവരോടായിട്ട് പറയുന്നു. ഉടനെ ടീമിലുണ്ടായിരുന്ന ഒരു ലേഡി പറയും, സിയോക്കിന്റെ അമ്മയും ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു, ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറെ കാലം അവർ US-ലായിരുന്നു, പിന്നീട് അവർ കൊറിയയിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാർദ്ധക്യജന്യ രോഗങ്ങളാൽ ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. സിയോക്കിനാണെങ്കിൽ മറ്റു ബന്ധുക്കൾ ആരുമില്ല. അത് കേട്ടതോടെ ഇനി സിയോക്കിനെ പറ്റി അറിയാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ ഇൻഹോ അവരോട് എല്ലാവരോടും പറയും, നമുക്ക് സിയോക്കിനോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാം. എന്താണ് അവന്റെ ഉദ്ദേശമെന്നും എന്താണ് അവന് വേണ്ടത് എന്നും ഒക്കെ അവൻ തന്നെ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൂടുതൽ പേർ ഇൻഫെക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ സിയോക്കിനോട് നെഗോഷിയേറ്റ് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പവഴി. ഇൻഹോ പറയുന്നത് ശരിയാണെന്ന് മിനിസ്റ്ററിനും തോന്നുന്നു. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കോൺടാക്ട് ചെയ്ത് പൈലറ്റ് ചോയ് മുഖാന്തരം മിനിസ്റ്ററും സംഘവും സിയോക്കിനോട് സംസാരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്, നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ സിയോക്കിനോട് പറയുന്നു. ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ, ഈ വിമാനത്തിലുള്ള ഓരോരുത്തരും മരിക്കണം, അതാണ് എനിക്ക് വേണ്ടത് എന്നായിരുന്നു സിയോക്കിന്റെ മറുപടി. അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. എന്താ, ഞാൻ വീണ്ടും പറയണോ? പറയാം. എനിക്ക് വേണ്ടതേ ഈ വിമാനത്തിലുള്ള എല്ലാവരും മരിക്കണം, ഓരോരുത്തരും മരിക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോയ് അവനോട് ചോദിക്കുന്നു. അതൊക്കെ ഒരു രസല്ലേ എന്നായിരുന്നു അവന്റെ മറുപടി. ആൾക്കാർ മരിച്ചു വീഴുന്നത് കാണാൻ എന്ത് രസമാണുള്ളത് എന്ന് ചോയ് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ട്രാപ്പായ അവസ്ഥയിൽ നിസ്സഹായരായി ഓരോ മനുഷ്യരായി മരിച്ചു വീഴുന്നത് കാണാൻ നല്ല രസമല്ലേ, എലികളെ പോലെ. ഇതൊരു പ്ലെയിൻ അല്ലേ, ആർക്കും എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനാവില്ല, സർവനാശമായിരിക്കും സംഭവിക്കുന്നത്. നിനക്കൊക്കെ എന്തിനാ കഴപ്പട, ഈ വിമാനത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാമോ എന്ന് ചോയ് അവനോട് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി സിയോക്ക് നമ്മുടെ ചോയിയെ ആക്രമിക്കുന്നു. ഒന്ന് പതറിപ്പോയെങ്കിലും ചോയിയും എയർ ഹോസ്റ്റസും കൂടി അവനെ കീഴ്പ്പെടുത്തുന്നു. എടാ, ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറ, വാക്സിൻ എവിടെയാണെന്ന് പറ, നിനക്കും ജീവിക്കേണ്ടതല്ലേ എന്ന് ചോയ് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു. അപ്പോഴേക്കും സിയോക്കും ഇൻഫെക്റ്റഡ് ആയി. അവൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അത് ചോയിയുടെ മുഖത്തേക്ക് തെറിച്ചു വീഴുന്നു. താനെന്താ വിചാരിച്ചത്, ജീവിക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ ഈ വിമാനത്തിലേക്ക് കയറിയതെന്നോ? ഞാൻ ഇതിലേക്ക് കയറിയത് മരിക്കാനാണ്, നിങ്ങൾക്കെല്ലാവർക്കുമൊപ്പം മരിക്കാൻ. അത് കേട്ട് ചോയ് സ്തബ്ധനായി നിൽക്കുകയാണ്. പൊടുന്നനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഇൻസിഡന്റ് കൂടി ഉണ്ടാവുന്നു. കൺട്രോൾ നഷ്ടപ്പെട്ട് ആ വിമാനം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയ ആ കോ പൈലറ്റ് മരണപ്പെട്ടു കഴിഞ്ഞു. എന്താ അല്ലേ, വിമാനമാണെങ്കിൽ തലകുത്തി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുകിടക്കുകയാണ്. വൈറസ് ആണെങ്കിൽ ഓരോരുത്തർക്കായി പകർന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരവസ്ഥയായിരിക്കും അല്ലേ. എല്ലാം അവസാനിച്ചു, ആ വിമാനം ഇപ്പോൾ തകരും, നിലത്ത് വീണടിയും എന്ന് ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റിലാണ് നമ്മുടെ ജേഹ്യൂക്ക് ഒരു നായകനായി മാറുന്നത്. പുള്ളിക്കാരൻ എങ്ങനെയൊക്കെയോ കൂടി അയാളുടെ ഭയത്തെ അതിജീവിച്ച് ആ കോക്പിറ്റിലേക്ക് എത്തുന്നു. അയാളോടൊപ്പം തന്നെ ചോയിയെ കൂടാതെ ബാക്കിയുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റനും കൂടി ആ കോക്പിറ്റിലേക്ക് എത്തുന്നു.
താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ വിമാനത്തെ വളരെയധികം കഷ്ടപ്പെട്ട് ആ രണ്ടുപേരും കൂടി ചേർന്ന് അവരുടെ കൺട്രോളിലാക്കുന്നു. അങ്ങനെ അവസാനം വിമാനം സാധാരണ സ്ഥിതിയിലേക്ക് വരുന്നു. കൂടുതൽ പേരും സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആർക്കും തന്നെ വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും ചോയിയും കോക്പിറ്റിലേക്ക് എത്തുന്നു. തുടർന്ന് ഫ്ലൈറ്റിന്റെ കൺട്രോൾ ചോയി ഏറ്റെടുക്കുന്നു. തുടർന്ന് ഒരു എയർ ഹോസ്റ്റസ് ഓടിച്ചെന്ന് സിയോക്കിനെ ചെക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും അവനും മരണപ്പെട്ടിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനത്തിലെ ഒരു പൈലറ്റും അതുപോലെ തന്നെ സിയോക്കും മരണപ്പെട്ടു എന്ന വിവരം താഴെ എയർപോർട്ടിലുള്ളവർ അറിയുന്നു. അതോടെ അവർക്ക് കൂടുതൽ ടെൻഷനാവാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലൂവും അവർക്ക് കണ്ടെത്താനായില്ല. മറുവശത്ത് ഫ്ലൈറ്റിലാവട്ടെ ജേഹ്യൂക്ക് വളരെ വലിയൊരു അപകടം ഒഴിവായതിന്റെ സമാധാനത്തിൽ വെള്ളം കുടിക്കുകയാണ്. ചോയി എയർ ഹോസ്റ്റസിനെ വിളിച്ച് അവനെപ്പറ്റി ചോദിക്കുന്നു. ഇല്ല, അദ്ദേഹത്തിന് അപകടമൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ എന്തോ അയാൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടിയാണെന്ന് തോന്നുന്നു എന്ന് എയർ ഹോസ്റ്റസ് ചോയിയോട് മറുപടി പറയുന്നു. പേടിയോ? വിമാനത്തിൽ യാത്ര ചെയ്യാനോ? അവൻ വളരെ ഫേമസ് ആയ ഒരു പൈലറ്റാണ് എന്ന് ചോയി ആ എയർ ഹോസ്റ്റസിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ അവളും അന്തം വിട്ടുപോയി. അപ്പോഴാണ് ചോയി ഒരു പൈലറ്റാണെന്ന് സിനിമ കാണുന്ന നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇടയ്ക്ക് എനിക്ക് സംശയമൊക്കെ തോന്നിയിരുന്നു, എന്നാലും അത് കൺഫേം ആവുന്നത് ഇപ്പോഴാണ് കേട്ടോ. വീണ്ടും താഴെ എയർപോർട്ടാണ് കാണിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി അരങ്ങേറുന്നു. ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം മിനിസ്റ്ററും സംഘവും മീഡിയയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നല്ലോ, അത് ലീക്കായിരിക്കുന്നു. ലീക്കായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ വെച്ച് യാത്രക്കാരെല്ലാം ചേർന്ന് സിയോക്കിനെ വളഞ്ഞുകൂടി പിടിച്ചിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം ഫ്ലൈറ്റിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ വീഡിയോ എടുത്തിരുന്നു. അയാളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം മീഡിയയ്ക്ക് ലഭിക്കുന്നത്. ഇനിയിപ്പോ മിനിസ്റ്ററിന് വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോ പത്രമാധ്യമങ്ങളെ കൃത്യമായി അറിയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. എന്നിട്ട് ഇതൊരു ബയോ അറ്റാക്ക് ആണെന്നും സിയോക്കി എന്ന വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും പക്ഷേ വൈറസ് ബാധിച്ച് അയാൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നും ഒക്കെ മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ പറയുന്നു. സിയോക്കിനെ കൂടാതെ ഒരു യാത്രക്കാരനും ഒരു പൈലറ്റും വൈറസ് ബാധിച്ച് മരിച്ചുവെന്നും മിനിസ്റ്റർ പത്രക്കാർക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ആ വിമാനം തൊട്ടടുത്തുള്ള എയർപോർട്ടിലേക്ക് ഇറക്കുമെന്നും അതിനുശേഷം അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുമെന്നും മിനിസ്റ്റർ എല്ലാവർക്കും ഉറപ്പു നൽകുന്നു. ഈ പത്രസമ്മേളനത്തിന്റെ ലൈവ് വിമാനത്തിലിരുന്ന യാത്രക്കാരും ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അതോടെ അവർക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി. കാരണം ഇത്രയും നേരം ഇത് വെറും ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മിനിസ്റ്ററുടെ പ്രസ്താവന കണ്ടതോടുകൂടി അതൊരു ബയോളജിക്കൽ ടെറർ അറ്റാക്ക് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ യാത്രക്കാരെല്ലാം കൂടുതൽ പരിഭ്രാന്തരാവാൻ തുടങ്ങി. തങ്ങളെല്ലാം ഏത് നിമിഷവും മരിച്ചേക്കാമെന്ന ഭീതി അവരിൽ ഉണ്ടാവുന്നു. യാത്രക്കാരിൽ ചിലർ എയർ ഹോസ്റ്റേഴ്സിനോട് തട്ടിക്കയറാൻ തുടങ്ങി. ഇതേസമയം താഴെ നമ്മുടെ ഇൻഹോയ്ക്ക് മകളുടെ കോള് വരുന്നു. അവള് ന്യൂസൊക്കെ കണ്ടു കാണുമല്ലോ, അതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം അവളും അറിഞ്ഞിരിക്കുകയാണ്. അച്ഛാ, അമ്മ ആ ഫ്ലൈറ്റിലാണോ ഉള്ളത്? അതേ മോളെ, അമ്മ അതിലാണുള്ളത്. നീ പേടിക്കാനൊന്നുമില്ല, അമ്മ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞ് ഇൻഹോ മകളെ സമാധാനപ്പെടുത്തുന്നു. ഫ്ലൈറ്റിലുള്ളവരുടെ ഫാമിലീസ് എല്ലാം എയർപോർട്ടിലേക്ക് പോവുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മകൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേസമയം ഫ്ലൈറ്റിലാവട്ടെ ഓരോരുത്തരായി അസുഖം ബാധിച്ച് വീഴാൻ തുടങ്ങി. പക്ഷേ നേരത്തെ പോലെയല്ല, ഇത്തവണ ഇത് വൈറസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അവരെ സഹായിക്കാൻ പോയില്ല. കുറച്ചു നേരത്തെ തലകറങ്ങി വീണ ഒരു എയർ ഹോസ്റ്റസ് ഇല്ലേ, പുള്ളിക്കാരിയും ഈ വൈറസ് ബാധിച്ച് വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്ന് വളരെ ദയനീയമായി മരണപ്പെടുന്നു. അതുകൂടി കണ്ടതോടെ എയർ ഹോസ്റ്റസ്മാർക്കും പേടിയാവാൻ തുടങ്ങി. യാത്രക്കാരാകട്ടെ ആകെ ഒച്ചപ്പാടും ബഹളവും തുടങ്ങി. അസുഖബാധിതരായവരെ, അതായത് സിംറ്റംസ് കാണിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് പല യാത്രക്കാരും മുറവിളി കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ശരീരഭാഗങ്ങളിൽ ബ്ലിസ്റ്റേഴ്സ് ഉള്ളത്, അതായത് പൊള്ളി പോലെ അടയാളങ്ങളൊക്കെ ഉള്ളവര്, അതാണ് ഈ വൈറസ് ബാധയുടെ ആദ്യത്തെ സിംറ്റം എന്ന് അവർക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇത്തരം ബ്ലിസ്റ്റേഴ്സ് ഉള്ളവരെ ഫ്ലൈറ്റിന്റെ ഒരു ഭാഗത്തേക്കും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരെ മറുവശത്തേക്കും വേർതിരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പനിയോ ചുമയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഫ്ലൈറ്റിന്റെ പിൻഭാഗത്തേക്ക് പോകണമെന്ന് എയർ ഹോസ്റ്റസ് അനൗൺസ് ചെയ്യുന്നു. അവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണെന്നും പുള്ളിക്കാരി എല്ലാവരോടുമായി പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ജെ മകളെയും കൂട്ടി സിംറ്റംസ് ഒന്നും ഇല്ലാത്തവരുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സൂമിന്റെ കയ്യിൽ ഒരു അടയാളം ഒരു യാത്രക്കാരൻ ശ്രദ്ധിക്കുന്നു. അത് ബ്ലിസ്റ്റേഴ്സ് ആണെന്നും വൈറസ് ബാധിച്ചതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ആ യാത്രക്കാരൻ ജെയ്യോട് തർക്കിക്കാൻ തുടങ്ങി. പക്ഷെ ജെയ് ആവട്ടെ ഇത് വൈറസ് ബാധയല്ലെന്നും തന്റെ മകൾക്ക് എക്സിമയുണ്ടെന്നും അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു തരത്തിലും അയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അയാളെ എതിർത്തുകൊണ്ട് ജെ അവരുടെ കൂട്ടത്തിലേക്ക് വരാൻ നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരും പേടിച്ച് പിന്മാറുന്നത് സൂമിൻ ശ്രദ്ധിക്കുന്നു. ഉടനെ തന്നെ സൂമിൻ അച്ഛനോട് പറയും, അച്ഛാ നമുക്ക് പിന്നിലേക്ക് പോകാം. എന്തിനാ മോളെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വേണ്ട അച്ഛാ, നമുക്ക് പിന്നോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് ജയെയും കൂട്ടി സൂമിൻ തന്നെ അവിടെ നിന്നും പിന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ജെ പറയും, മോളെ നീ പേടിക്കാതിരിക്കും, ഇതുവരെ എക്സീമയാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജെ സൂമിനെയും എടുത്തിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ നോക്കുന്നു. ആ സമയത്ത് ഒരു യാത്രക്കാരൻ ജെയോട് വളരെയധികം ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നിങ്ങൾ എന്താ ബാക്കിയുള്ളവരെ കൂടി കൊല കൊടുക്കാൻ നോക്കിയാണോ? വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അയാൾ ജെയോട് വളരെയധികം ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും സൂമിൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട്, വാ നമുക്ക് പിന്നിലേക്ക് തന്നെ പോവാം, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ്
നിർബന്ധിക്കുന്നു. അങ്ങനെ ജെ സൂമിനെയും കൂട്ടി വിമാനത്തിന്റെ പിറകിലേക്ക് പോകുന്നു. മിനിസ്റ്റർക്കും സംഘത്തിനും ഇപ്പോഴും സിയോക്ക് എന്തിനിങ്ങനെ ചെയ്തു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഫാമിലി വൈസ് ആണെങ്കിലും ചെറുപ്പം മുതലേ തന്നെ സിയോക്ക് പണക്കാരനാണ്. അയാൾ ഇപ്പോൾ താമസിക്കുന്നതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. അടുത്തുള്ള ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുമല്ല അവൻ. മറ്റുള്ളവരുമായിട്ട് പ്രശ്നത്തിന് പോകുന്നതിനുമല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ അറ്റാക്ക് നടത്തിയത് എന്തിനാണെന്ന് അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതേസമയം വിമാനത്തിലാവട്ടെ യാത്രക്കാരെല്ലാം കൂടുതൽ രോഗാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ ജെ ഒരു എയർ ഹോസ്റ്റസിന്റെ അടുത്ത് ചെന്ന് വിമാനത്തിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുള്ള പാസഞ്ചേഴ്സിന് അത് ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നു. ശേഷം ജെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എമർജൻസി മെഡിസിൻ എല്ലാം എടുത്ത് പാസഞ്ചേഴ്സിന് നൽകുന്നു. ഇതേസമയം നമ്മുടെ ഇൻഹോയും അസിസ്റ്റന്റും ബ്രിക്കോം കമ്പനിയുടെ മുന്നിലെത്തി. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഇൻഹോ വളരെയധികം ശ്രമിച്ചിട്ടും അവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. വാറണ്ട് കൊണ്ടുവരൂ, ഞങ്ങൾ സഹകരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ ഇൻഹോ ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ്. തുടർന്ന് ഇൻഹോയും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുന്നു. ഇപ്പോൾ നമ്മുടെ വിമാനം US അതിർത്തിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് USലുള്ള എയർപോർട്ടിൽ ഇത് ഇറക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. അതിനുവേണ്ടി ക്യാപ്റ്റൻ ജോയി US എയർപോർട്ടിന്റെ അനുമതി തേടുന്നു. പക്ഷേ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും US എയർപോർട്ട് അതോറിറ്റി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞ കൊറിയൻ പ്രസിഡന്റ് US ഗവൺമെന്റുമായി സംസാരിക്കുന്നു. ആ വിമാനത്തിലുള്ള വൈറസിനെ പറ്റിയോ അതിന്റെ വാക്സിനെ പറ്റിയോ ഒന്നും തന്നെ ഇതുവരെ യാതൊരു പോസിറ്റീവ് സയൻസും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിച്ചേ മതിയാവൂ, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് US ഗവൺമെന്റ് പ്രസിഡന്റിന്റെ അപേക്ഷ അവഗണിക്കുന്നു. പ്രസിഡന്റ് ഈ കാര്യം വിളിച്ച് മിനിസ്റ്ററോട് പറയുന്നു. മാത്രമല്ല ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനോട് വിമാനം തിരികെ ഇഞ്ചിയോൺ എയർപോർട്ടിലേക്ക് തിരിച്ചു പറപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് മിനിസ്റ്റർ ആദ്യം സമ്മതിച്ചില്ല. അപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ടീം പറയും, കൂടുതൽ നമ്മൾ വൈകിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും. ആ വിമാനത്തിലെ ഫ്യൂവലും തീർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പറക്കട്ടെ. അതിനിടയിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ആരെങ്കിലും സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ആ എയർപോർട്ടിലേക്ക് ഇറക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ക്രൈസിസ് മാനേജ്മെന്റ് ടീം മിനിസ്റ്ററെ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ചോയിയോട് വിമാനം തിരിച്ചു പറപ്പിക്കാൻ അവർ ഓർഡർ ഇടുന്നു. മറ്റൊരു നിർവാഹവുമില്ലാതെ ചോയ് വിമാനം തിരിച്ചു പറപ്പിക്കുന്നു. സൂര്യന്റെ പ്രകാശകിരണങ്ങൾ ആ വിമാനത്തിനുള്ളിലേക്ക് പ്രവഹിക്കുന്നു. ആ പ്രകാശം ജീവിതത്തിലേക്കുള്ള പുതു പ്രതീക്ഷയാണോ അതോ ജീവിതത്തിന്റെ തന്നെ അസ്തമയമാണോ എന്നറിയാതെ അവരെല്ലാവരും ഭയന്നു വിറച്ചു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള നിമിഷങ്ങൾ. ഇതേസമയം താഴെ നമ്മുടെ ഇൻഹോ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് പുള്ളിക്കാരന് ഭാര്യയുടെ ഒരു കോള് വരുന്നു. നിനക്ക് സുഖല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വളരെ ടെൻഷൻ അടിച്ച് ഇൻഹോ പുള്ളിക്കാരിയോട് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ആകെ പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മോളെവിടെയാ? അവള് സുഖമായിരിക്കുന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? നീ ടെൻഷൻ അടിക്കാതിരിക്കെ, നമ്മളിത് ശരിയാക്കാൻ പറ്റുമായിരിക്കും അല്ലേ എന്ന് സങ്കടത്തോടെ ഭാര്യ അയാളോട് തിരിച്ചു ചോദിക്കുന്നു. ഇൻഹോ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ ഫോൺ കട്ടാവുന്നു. അയാൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കിയെങ്കിലും ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിലുള്ളവരും താഴെയുള്ള മിനിസ്റ്ററും മറ്റ് സംഘാംഗങ്ങളും എല്ലാവരും വരാൻ പോകുന്ന ദുരന്തത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഇൻഹോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ബ്രിക്കോം കമ്പനിയിലെ ഒരു ജോലിക്കാരിയായിരുന്നു അത്. എന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഈ കോള് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യരുത്, എന്നാൽ മാത്രമേ ഞാൻ തുടരുകയുള്ളൂ എന്ന് ആ പെൺകുട്ടി ഇൻഹോയോട് പറയുന്നു. ഒരിക്കലുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് ഈ സിറ്റുവേഷന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, അത്രയേ ഉള്ളൂ എന്ന് ഇൻഹോ മറുപടി പറയുന്നു. നിങ്ങൾക്ക് ബ്രിക്കോമുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ ഭാഗം സേഫ് ആക്കണം എന്ന് ആ പെൺകുട്ടി വീണ്ടും പേടിയോടെ ഇൻഹോയോട് ചോദിക്കുന്നു. ഇല്ല, ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് ഇൻഹോ അവൾക്ക് ഉറപ്പു നൽകുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുകയായിരുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ടിവിയിൽ വന്ന ഉടനെ തന്നെ നല്ല ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് ഓടിപ്പോയിരുന്നു. ഒരുപക്ഷെ അവൻ സിയോക്കിന്റെ കൂട്ടാളിയായിരിക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അയാളുടെ അഡ്രസ്സും കൂടി ഇൻഹോയ്ക്ക് നൽകുന്നു. സമയം ഒട്ടും കളയാതെ ഇൻഹോയും സംഘവും ആ അഡ്രസ്സിലേക്ക് പോകുന്നു. തന്നെ അന്വേഷിച്ച് ആരൊക്കെ എത്തിയത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്നും ജനല് വഴി പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അവനൊരു ബൈക്ക് കിട്ടുകയും അവൻ അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇൻഹോ അവനെ വിടാതെ ഒരു കാറിൽ അവനെ ഫോളോ ചെയ്യുന്നു. കൂടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. കുറെ ദൂരം അവരവനെ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇൻഹോയുടെ കാറ് ഒരു വളവ് തിരിഞ്ഞപ്പോ ബസ്സിലേക്ക് ഇടിച്ചു മറിഞ്ഞു വീഴുന്നു. പാവം ഇൻഹോ, അയാൾക്ക് പരിക്കേൽക്കുന്നു. എന്നാലും പുള്ളിക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി ആ പയ്യന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നു. ഇവർക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയത് കണ്ടപ്പോ ആ പയ്യനും സ്കൂട്ടർ നിർത്തി ഇൻഹോയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും ആംബുലൻസ് എല്ലാം എത്തി ഇൻഹോയ്ക്കും അസിസ്റ്റന്റിനും ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകുന്നു. തുടർന്ന് ആ പയ്യനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അവൻ പറയും, ഞാൻ ആ സിയോക്കിന്റെ കൂട്ടാളിയൊന്നുമല്ല, എന്നെ അവൻ പെടുത്തി കളഞ്ഞതാണ്, പിന്നെന്ത് പുണ്ണാക്കനാണോ നീ ഓടിയത് എന്ന് അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നു. അപ്പൊ ആ പയ്യൻ കരഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ബ്രിക്കോം കമ്പനിയിൽ നിന്ന് സിയോക്ക് രാജിവെച്ചു എന്നായിരുന്നല്ലോ ആദ്യം ഇവർ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത്. ശരിക്കും അവൻ രാജിവെച്ചതായിരുന്നില്ല, പറഞ്ഞു വിട്ടതായിരുന്നു.
പൈലറ്റായിരുന്നു. അക്കാര്യത്തിൽ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എപ്പോഴും എന്നോട് കരഞ്ഞു പറയുമായിരുന്നു. അത് സത്യമാണെന്ന് എനിക്കും തോന്നിപ്പോയി. അങ്ങനെയാണ് അവൻ എന്നെ പറ്റിച്ചത് എന്ന് ആ പയ്യൻ ഇൻഹോയോടും സംഘത്തിനോടും പറയുന്നു. എടേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, കൃത്യമായിട്ട് പറ എന്ന് ഇൻഹോ അവനോട് പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് SC1 എന്ന് പറയുന്ന ഒരു വൈറസിനെ ബ്രിക്കോൺ കമ്പനി പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. വളരെ വേഗത്തിൽ പടരുന്ന രക്തക്കുഴലുകളെയെല്ലാം നശിപ്പിക്കാൻ പ്രാപ്തമായ ഒരു മ്യൂട്ടേറ്റഡ് വൈറസ് ആയിരുന്നു അത്. ഞങ്ങളുടെ 3 റിസർച്ചേഴ്സ് വൈറസ് ബാധിതരായി. അന്ന് ആ പരീക്ഷണങ്ങളുടെ ഇൻചാർജ് സിയോക്കായിരുന്നു. അന്ന് ആ വൈറസ് ബാധിച്ചവരിൽ ഒരേ ഒരാളാണ് രക്ഷപ്പെട്ടത്. അയാൾ പോലീസിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിയോക്ക് ആ വൈറസിനെ ഇന്റൻഷനലി അവരിലേക്ക് എക്സ്പോസ് ചെയ്യുകയായിരുന്നു എന്നാണ്. പക്ഷെ അവർ നിരപരാധിയായിരുന്നു എന്നാണ് സിയോക്ക് എന്നെ വിശ്വസിപ്പിച്ചത്. കമ്പനിക്കും ഈ വിവരങ്ങൾ പോലീസിലേക്ക് അറിയിക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല. കാരണം ഇല്ലീഗലി ആയിരുന്നു അവർ ഈ വൈറസിനെ കൊറിയയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു പോലീസ് കംപ്ലൈന്റ് ആക്കാതെ സിയോക്കിനെ പറഞ്ഞു വിടുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചു. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കമ്പനിയെ ബോധ്യപ്പെടുത്തണം, ആ ജോലിയിലേക്ക് തിരിച്ചു കയറണം, അതിന് ആ സാമ്പിളിന്റെ ആവശ്യമുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. ആ നാറിയെ ഞാൻ വിശ്വസിച്ചു പോയി എന്ന് അവൻ കുറ്റബോധത്തോടെ ഇൻഹോയോട് ഏറ്റുപറയുന്നു. ഒരു സർവൈവർ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്, അയാൾ എനിക്ക് കാണണം എന്നും പറഞ്ഞ് ഇൻഹോ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ നിന്നും ചാടിയിറങ്ങുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് ഒട്ടും സമയം വൈകാതെ ഇൻഹോയും അസിസ്റ്റന്റും കൂടി പോകുന്നു. എന്തിനാ അയാളിപ്പോ കാണുന്നതെന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ആ വൈറസ് അറ്റാക്കിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു വാക്സിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആന്റിബോഡി രൂപപ്പെട്ടിരിക്കാം. അതുകൊണ്ടാണല്ലോ അയാൾ രക്ഷപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ അയാളെ കാണാൻ പോകുന്നത്. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ചോയിയെ കാണിക്കുന്നു. അവനും ഇപ്പോ ആ വൈറസ് ബാധിച്ചിരിക്കുകയാണ്. അവന്റെ കൈകളിൽ ഇപ്പോൾ അതിന്റെ അടയാളങ്ങൾ കാണാം. അവൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനായോ എന്ന് അവരോട് ചോദിക്കുന്നു. ഞങ്ങൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ക്രൈസിസ് മാനേജ്മെന്റ് ഓഫീസർ ചോദിക്കുന്നു. എന്റെ ആരോഗ്യവും അത്ര തൃപ്തികരമല്ല, ഞാനും വൈറസ് ബാധിതനാണ് എന്ന് അവൻ മറുപടി പറയുന്നു. ഇതേസമയം നമ്മുടെ ജെ ചീഫ് എയർ ഹോസ്റ്റസിനെ കാണാൻ ചെല്ലുന്നു. പുള്ളിക്കാരിയുടെ കയ്യിലും വൈറസ് ബാധയുടെ സിംറ്റങ്ങൾ കാണാം. അത് കണ്ട ഉടനെ തന്നെ ജെ അവൾക്ക് പാരസെറ്റാമോൾ ഇഞ്ചക്ഷൻ നൽകുന്നു. തുടർന്ന് പുള്ളിക്കാരി ജെയോട് നിങ്ങളും ഒരു പൈലറ്റ് ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അത് എന്ന് അവൻ മറുപടി പറയുന്നു. നിങ്ങൾ എന്തിനായിരുന്നു ആ ജോലി വിട്ടത് എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ ജെ അവളോട് ആ കാര്യം എന്താണെന്ന് പറയുന്നു. അന്ന് കാലാവസ്ഥ വളരെ മോശമായ ഒരു ദിവസമായിരുന്നു. നോർവേയിലേക്കുള്ള ലാൻഡിങ്ങിന് കുറച്ചു മുൻപ് ഫ്ലൈറ്റിന്റെ ഒരു എഞ്ചിന് തീപിടിച്ചു. ഞാൻ എമർജൻസി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ നോർവേയിലെ കൺട്രോൾ ടവർ അതിന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് കാറ്റ് വളരെ ശക്തമാണെന്നും മറ്റെവിടെയെങ്കിലും ലാൻഡ് ചെയ്യാനുമാണ്. പക്ഷേ എഞ്ചിൻ തകരാറുള്ള സ്ഥിതിക്ക് വീണ്ടും പറക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ തന്നെ ലാൻഡ് ചെയ്യുകയാണെന്നായിരുന്നു എന്റെ നിഗമനം. സോ അവരുടെ എതിർപ്പിനെ അവഗണിച്ച് ഞാൻ നോർവേയിൽ തന്നെ ലാൻഡ് ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്. അന്ന് ആ പ്ലെയിൻ മുഴുവൻ കത്തിപ്പോയി. പക്ഷേ എല്ലാ പാസഞ്ചേഴ്സും രക്ഷപ്പെട്ടിരുന്നു അല്ലേ എന്ന് എയർ ഹോസ്റ്റസ് പറയുന്നു. പക്ഷേ അന്ന് ഫ്ലൈറ്റിന്റെ പിൻഭാഗത്തു നിന്നും യാത്രക്കാരെ സേഫായി താഴെ ഇറക്കിയ 2 ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് വിമാനത്തിന് തീപിടിച്ചപ്പോൾ മരണപ്പെട്ടു. അതിലൊന്ന് പൈലറ്റ് ചോയിയുടെ ഭാര്യയായിരുന്നു എന്ന് ജെ വിഷമത്തോടെ പറയുന്നു. അന്നൊരു പക്ഷേ കൺട്രോൾ ടവർ പറയുന്നതനുസരിച്ച് ഞാൻ അവിടെ ഇറക്കാതിരുന്നെങ്കിലെന്ന് 1000 തവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ പോലും എനിക്ക് വിമാനം പറത്താൻ ധൈര്യമുണ്ടായിരുന്നില്ല. വിമാനത്തിൽ കയറുമ്പോൾ പോലും എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും എന്ന് വളരെ വികാരാധീനനായി ജെ എയർ ഹോസ്റ്റസിനോട് പറയുന്നു. പുള്ളിക്കാരിയും എന്തു പറയണമെന്നറിയാതെ നിശബ്ദയായി നിൽക്കുകയാണ്. ആ സമയത്ത് പുള്ളിക്കാരിക്ക് ചോയിയുടെ കോൾ വരുന്നു. നമ്മുടെ കൂടെ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലേ, ജെ ഹ്യൂക്ക്. അദ്ദേഹത്തെ തയ്യാറാക്കി നിർത്തണം. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഫ്ലൈറ്റിന്റെ കൺട്രോൾ അദ്ദേഹം ഏറ്റെടുക്കണം എന്ന് ചോയ് പറഞ്ഞു തീരും മുമ്പേ അവൻ ചുമയ്ക്കുകയും ചോര തുപ്പുകയും ചെയ്യുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഇൻഹോയെ കാണിക്കുന്നു. ആ വൈറസിനെ അതിജീവിച്ച ഒരാളുണ്ടെന്ന് ആ ചെക്കൻ പറഞ്ഞിരുന്നില്ലേ. പുള്ളിക്കാരിയെ കണ്ട് സംസാരിക്കുകയാണ് ഇൻഹോ. ആ പുള്ളിക്കാരിക്ക് വ്യക്തമായി സംസാരിക്കാമെന്നല്ലാതെ ഒരു ജീവച്ഛവം പോലെ തന്നെ കിടക്കുകയാണ് പുള്ളിക്കാരി. എപ്പോഴും മരുന്നും കൃത്രിമ ശ്വാസോച്ഛ്വാസവും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരിയുടെ അതിജീവനം. സിയോക്കിന്റെ അമ്മയും ഒരു ഫേമസ് മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. സിയോക്കും അത് പഠിക്കുന്നതിന് വേണ്ടി പുള്ളിക്കാരി അവനെ വളരെയധികം സ്ട്രെസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് അവൻ ആനന്ദം കണ്ടെത്തിയിരുന്നത് ജീവികളെ കൊന്നുകൊണ്ടാണ്. അവന്റെ ഈ മാനസികാവസ്ഥ ഞങ്ങൾ കമ്പനിയെ അറിയിച്ചു. അതോടെ അവൻ ജോലിയിൽ നിന്നും പുറത്തായി. അതിന്റെ റിവഞ്ച് ആയിരിക്കാം അവൻ ഒരുപക്ഷെ ഈ രീതിയിൽ കാണിക്കുന്നത്. എനിക്കുറപ്പാണ് അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. അന്ന് ഞങ്ങൾ ആ ലാബിനുള്ളിൽ ജീവന് വേണ്ടി പോരടിക്കുമ്പോൾ വേദന കൊണ്ട് പുളയുമ്പോൾ ഞാൻ അവന്റെ കണ്ണുകൾ കണ്ടതാണ്. അത് ചിരിക്കുകയായിരുന്നു എന്ന് ആ സ്ത്രീ ഇൻഹോയോട് പറയുന്നു. സിയോക്കിന്റെ വീട്ടിലുണ്ടായിരുന്ന ശവശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച വൈറസിന്റെ സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ചോദിച്ച് ഇൻഹോ ആ വൈറസിന്റെ സാമ്പിൾ പുള്ളിക്കാരിയെ കാണിക്കുന്നു. അത് കണ്ടതും ഇതെനിക്ക് എങ്ങനെ മറക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ പൊട്ടിക്കരയുന്നു. തുടർന്ന് ബ്രിക്കോമിൽ അവർ പരീക്ഷണത്തിനായി കൊണ്ടുവന്ന സാമ്പിളാണ് സിയോക്കിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ശവശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നും അതുതന്നെയാണ് ഇപ്പോൾ അവൻ ഫ്ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം മന്ത്രിയും സംഘവും അറിയുന്നു. തെളിവുകൾ കിട്ടിയതോടുകൂടി ബ്രിക്കോമിനെതിരെ വാറന്റ് ഇഷ്യൂ ചെയ്യാൻ മിനിസ്റ്റർ എല്ലാവരോടും പറയുന്നു. വീണ്ടും ഫ്ലൈറ്റിനുള്ളിലാണ് കാണിക്കുന്നത്. ചോയ് വിളിച്ചിട്ട് നമ്മുടെ ജെ കോക്പിറ്റിലേക്ക് എത്തി പൈലറ്റിന്റെ സീറ്റിലേക്ക് ഇരിക്കുന്നു. പക്ഷെ എന്നിട്ടും വിമാനം പറത്താനുള്ള ഒരു ധൈര്യം അവന് ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ആ പഴയ ഇൻസിഡൻസ് അവനെ വേദനിപ്പിച്ചിരുന്നു. ഇതേസമയം നമ്മുടെ ഇൻഹോ ബ്രിക്കോം
കമ്പനിയുടെ ഗേറ്റുകളെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് കാറ് അകത്തേക്ക് എടുക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് എല്ലാം ചേർന്ന് അവനെ അകത്തേക്ക് കടക്കാൻ വിടാതെ തള്ളി പുറത്തേക്കിടുന്നു. ഇതേ സമയം ഫ്ലൈറ്റിനുള്ളിലാവട്ടെ അസുഖം ബാധിക്കാതിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് വൈറസ് ബാധയുടെ സിംറ്റംസ് കാണാൻ തുടങ്ങി. അതോടെ ജയയോട് നേരത്തെ തർക്കിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, ആ പുള്ളിക്കാരൻ ആ പെൺകുട്ടിയോട് അവിടെ നിന്നും മാറി മറ്റേ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. അയാൾ അവളെ പിടിച്ചു തള്ളുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ കൂട്ടുകാരികൾ അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇയാൾ വിടുന്ന മട്ടില്ല. ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും കൂടി ആ പെൺകുട്ടിക്ക് വേണ്ടി ഇയാളോട് വാദിക്കുന്നു. പക്ഷേ അയാൾ അതൊന്നും ചെവിക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഭയം കൊണ്ടാവണം അയാൾ പൂർണ്ണമായും സ്വാർത്ഥനായി മാറി. അയാളെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ആരും സ്വാർത്ഥരായി പോവും. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ അവിടെ ഒറ്റക്കാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവിടെ നിന്നും വിമാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ആ സമയത്ത് അവിടെ നമ്മുടെ സൂമിനെ കാണിക്കുന്നു. അവളുടെ കൈകളിലും വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതേസമയം കോക്പിറ്റിലാവട്ടെ നമ്മുടെ ചോയ് ജെഹ്യൂക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളെയും കൂട്ടി വെക്കേഷന് പോവുകയായിരുന്നു എന്ന് ചോയ് ചോദിക്കുന്നു. എന്റെ മകൾക്ക് എക്സീമയുണ്ട്, അതുകൊണ്ട് തന്നെ അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം അവളെ വളരെയധികം കളിയാക്കിയിരുന്നു. അവളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾ എന്ന് ജെഹ്യൂക്ക് മറുപടി പറയുന്നു. പാവം ചോയിയുടെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ബ്രിക്യോങ് കമ്പനിയുടെ മുന്നിലാവട്ടെ നമ്മുടെ ഇൻഹോയും അയാളുടെ കൂട്ടുകാരും അസിസ്റ്റന്റും എല്ലാവരും ചേർന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാകട്ടെ ഇവരോട് യാതൊരു വിധത്തിലും സഹകരിക്കാൻ തയ്യാറാവുന്നുമില്ല. അപ്പോഴേക്കും മിനിസ്റ്ററും അവിടെ എത്തി. ഉള്ള തെളിവുകളെല്ലാം നിരത്തി ഇനിയും സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കമ്പനി തന്നെ പൂട്ടിക്കളയുമെന്ന് മിനിസ്റ്റർ അവർക്ക് വാണിംഗ് നൽകുന്നു. ഞങ്ങൾക്ക് വാക്സിനും ആന്റിവൈറസും തന്നാൽ നിങ്ങൾ ചെയ്ത ക്രൈം ഞങ്ങൾ ക്ഷമിക്കാം, ഇല്ലെങ്കിൽ ഈ കമ്പനി ഇവിടെ ഉണ്ടായതിന് പോലും തെളിവുണ്ടാവില്ല എന്ന് മിനിസ്റ്റർ വളരെ കർക്കശമായി അവരോട് പറയുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവർ അതിന് വഴങ്ങുന്നു. അടുത്തതായിട്ട് ഒരു ന്യൂസാണ് കാണിക്കുന്നത്. സിയോക്ക് ഉപയോഗിച്ച വൈറസിനെതിരെയുള്ള ആന്റിവൈറൽ ട്രീറ്റ്മെന്റും വാക്സിനും ബ്രിക്യോങ് കമ്പനി ഉത്പാദിപ്പിച്ചുവെന്നും അത് വിക്ടിംസിന് ഫ്രീ ആയി നൽകുമെന്നുമായിരുന്നു ആ വാർത്ത. ആ വാർത്ത കേട്ടതോടെ യാത്രക്കാരുടെ കുടുംബക്കാരും ഫ്ലൈറ്റിലുള്ള യാത്രക്കാരും എല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നഷ്ടപ്പെട്ടുപോയ ജീവിതം ഇതാ തങ്ങൾ തിരിച്ചു പിടിക്കുകയാണെന്നുള്ള പ്രതീക്ഷ ആ യാത്രക്കാരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവുന്നു. ഇതേസമയം നമ്മുടെ ഇൻഹോയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കോൾ വരുന്നു. പുള്ളിക്കാരനും പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷം. എത്രയും പെട്ടെന്ന് തമ്മിൽ കാണാമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. ഫ്ലൈറ്റിലാവട്ടെ നമ്മുടെ ചോയിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുകയാണ്. അയാൾ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ജയാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. നമുക്ക് സിയോൾ വരെ എത്താനുള്ള ഇന്ധനം വിമാനത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല നമ്മൾ രണ്ടുപേരും ഇപ്പോൾ വിമാനം പറത്താനുള്ള ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലൈറ്റ് ജപ്പാനിലെ നറൈറ്റ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടി വരും എന്ന് ചോയ് ജയയോട് പറയുന്നു. ശേഷം ചോയ് നറൈറ്റയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് തിരിക്കുന്നു. ഈ തിരിക്കുന്നു പോകുന്നു എന്നൊക്കെ ഉള്ളതിന് എയർപോർട്ട് ഭാഷകൾ ഉണ്ടാവും. പക്ഷെ അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ബസ്സാണ് ഓടിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇതേസമയം നറൈറ്റ എയർ ട്രാഫിക് കൺട്രോളർ വിങ്ങിന് സ്കൈ കൊറിയ 501 തങ്ങളുടെ നേർക്കാണ് വരുന്നത് എന്ന് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ആ ഫ്ലൈറ്റിൽ ബയോടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ ജപ്പാൻ സംഘത്തിന് പേടിയാവാൻ തുടങ്ങി. ഞങ്ങൾക്കിത് ജപ്പാൻ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാതെ അനുവദിക്കാനാവില്ല എന്ന് അവർ ചോയിയോട് പറയുന്നു. ഐ എം സോറി, എനിക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാനാവില്ല. ഐ എം ഇഷ്യൂയിങ് എമർജൻസി ഡിക്ലറേഷൻ എന്ന് ചോയ് അവരോട് പറയുന്നു. ഈ എമർജൻസി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു എയർക്രാഫ്റ്റിന്, അതായത് വിമാനത്തിന് സേഫ് ആയിട്ട് പറക്കാൻ കഴിയില്ല എങ്കിൽ അതൊരു പക്ഷേ ഇന്ധനമില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ആ ഫ്ലൈറ്റിന്റെ പൈലറ്റിന് എമർജൻസി ഡിക്ലറേഷൻ അതോറിറ്റീസിനെ അറിയിക്കാൻ സാധിക്കും. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് ഫ്ലൈറ്റ് ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എമർജൻസി ഡിക്ലെയർ ചെയ്ത ഫ്ലൈറ്റിന് പ്രയോറിറ്റി നൽകണം. അതാണ് എമർജൻസി ഡിക്ലറേഷൻ റൂൾ. അങ്ങനെ സ്കൈ കൊറിയ 501 ജപ്പാനിലേക്ക് ഇറക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആ ഫ്ലൈറ്റിൽ നടക്കുന്നു. യാത്രക്കാരോടെല്ലാം സേഫ് ആയിരിക്കാനും സീറ്റ് ബെൽറ്റ് മുറുക്കാനും അനൗൺസ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ ഈ വിമാനം ജപ്പാനിലേക്ക് ഇറക്കുകയാണെന്നുള്ള വിവരം താഴെ മിനിസ്റ്ററെയും സംഘത്തെയും അറിയിക്കുന്നു. അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു ഇൻഫർമേഷൻ വരുന്നു. സ്കൈ കൊറിയ 501 എന്ന ഫ്ലൈറ്റ് നറൈറ്റ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനുള്ള അനുമതി ടോക്കിയോ നിഷേധിച്ചുവെന്നും ജാപ്പാനീസ് എയർ സ്പേസ് എത്രയും പെട്ടെന്ന് വിട്ടുപോകണമെന്ന് അവർ ഓർഡർ ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു ആ ഇൻഫർമേഷൻ. ഉടനെ തന്നെ മിനിസ്റ്റർ ജാപ്പാനീസ് ഗവൺമെന്റുമായിട്ട് വീണ്ടും സംസാരിക്കാൻ പ്രസിഡന്റിനോട് പറയണമെന്ന് പാർക്കിനോട് പറയുന്നു. ഈ പാർക്കാരനെന്ന് മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ അല്ലെ? ക്രൈസിസ് മാനേജ്മെന്റ് ടീം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഹെഡ് പാർക്ക് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിരുന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്ന മട്ടില് ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നു. ഇത് കണ്ടുനിന്ന ഇൻഹോയ്ക്കാവട്ടെ ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നു. അവൻ പാർക്കിനോട് തട്ടിക്കയറുന്നു. നിങ്ങളെന്താ ആ ജനങ്ങളെയൊക്കെ കൊല്ലാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഹോ പാർക്കിനോട് ദേഷ്യപ്പെടുന്നു. പാർക്ക് ഇൻഹോയെ തള്ളി താഴെയിട്ടിട്ട് ഇത് നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് തീർക്കാവുന്ന ഒരു കാര്യമല്ല, പ്രസിഡന്റ് പലതവണ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്ന് പാർക്ക് നിരാശയോടെയും ദേഷ്യത്തോടെയും മന്ത്രിയോട് പറയുന്നു. അതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് മിനിസ്റ്ററും സംഘവും. പക്ഷേ ചോയ്ക്ക് മറ്റൊരു വഴിയുമില്ല. ഇനിയും അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നറൈറ്റ എയർപോർട്ടിലേക്ക് 5 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യുമെന്നും ഇതേ സമയത്ത് ലാൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ അലർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ചോയ് ആ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായി തയ്യാറായി.
തയ്യാറെടുക്കുന്നു. ജപ്പാൻ അവരുടെ ലാൻഡിങ്ങിനെ എതിർക്കുന്നുണ്ട്. എന്നാലും വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ഫ്ലൈറ്റുകളോട് വഴിമാറി പോകുന്നതിന് ഓർഡർ ഇടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കൈ കൊറിയ 501 നരൈറ്റ എയർപോർട്ട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ വിമാനത്തിന് നേരെ ജപ്പാന്റെ യുദ്ധവിമാനങ്ങൾ വരികയും ആ വിമാനത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. അതിലുള്ള ആൾക്കാരെല്ലാം പേടിച്ച് വിറച്ചുപോയി. പക്ഷെ ഈ വെടിവെച്ചതൊന്നും അവരുടെ വിമാനം തകർക്കുന്നതിന് വേണ്ടിയിട്ടല്ല, വേഗം തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് വാണിംഗ് ആയിട്ടാണ്. എത്രയും പെട്ടെന്ന് ജപ്പാന്റെ വ്യോമാതിർത്തിയിൽ നിന്നും പോയില്ല എങ്കിൽ വിമാനം തന്നെ വെടിവെച്ച് തകർക്കുമെന്ന് ജപ്പാൻ വാണിംഗ് നൽകുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചോയ്ക്ക് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ വാണിംഗ് വകവയ്ക്കാതെ എയർപോർട്ട് റൺവേയിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ ജേഹ്യൂക്കാകട്ടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും ആവാതെ സ്തബ്ധനായി ചോയ് ചെയ്യുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ആ വിമാനം റൺവേക്ക് സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജപ്പാന്റെ ഫൈറ്റർ ജെറ്റ് അവർക്കെതിരെ വരുന്നു. രണ്ട് വിമാനങ്ങളും നേർക്ക് നേരെ എതിരെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു നിമിഷവും അത് കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറിയുണ്ടാവാം. വലിയൊരു മഹാദുരന്തം തന്നെയാണ് കാത്തിരിക്കുന്നത്. അത് രണ്ട് വിമാനങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു. തൊട്ടടുത്ത് അത് രണ്ടും കൂട്ടിയിടിച്ചെന്ന് കരുതി എല്ലാവരും പേടിച്ച് കണ്ണുകൾ ചിമ്മുന്നു. പക്ഷെ ചോയ് ആ സമയത്ത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. കടുകീട വ്യത്യാസത്തിൽ ചോയ് വിമാനം വഴിതിരിച്ച് മുകളിലേക്ക് പറന്നുയരുന്നു. സംഭവിക്കുമായിരുന്ന ഒരു മഹാദുരന്തത്തിൽ നിന്നുമാണ് ചോയ് ആ ജനങ്ങളെയെല്ലാം രക്ഷപ്പെടുത്തിയത്. പാവം ചോയ്, അവന് തീരെ വയ്യാതായിരിക്കുന്നു. ഉടനെ അവൻ തളർന്നു വീഴുന്നു. അതോടെ വിമാനത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അത് ആടി ഉലയാൻ തുടങ്ങി. ജേഹ്യൂക്ക് ചോയിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതോടെ ഇപ്പൊ ആ വിമാനത്തെ രക്ഷിക്കാൻ ജേഹ്യൂക്കിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവനും മനസ്സിലായി. അവന്റെ പേടിയെ മറികടന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ആ വിമാനം തന്റെ കൺട്രോളിലാക്കുന്നു. എന്നിട്ട് സിയോളിലേക്ക് തന്നെ പറക്കുകയാണ്. അതേസമയം ജപ്പാൻ പത്രസമ്മേളനത്തിലൂടെ കൊറിയയോട് മാപ്പ് പറയുന്നു. എന്താണ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസിന് വാക്സിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ഫലപ്രദമാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജപ്പാൻ ജനതയുടെ സുരക്ഷ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. മ്യൂട്ടേറ്റഡ് വൈറസ് ആയതുകൊണ്ട് ആ ആന്റിവൈറൽ ട്രീറ്റ്മെന്റും വാക്സിനും ഫലപ്രദമാവുമോ എന്ന് ഒരു ഉറപ്പുമില്ല. സോ ഒരു റിസ്ക് ഏറ്റെടുത്ത് ജപ്പാൻ ജനതയെ അപകടത്തിൽപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കൊറിയൻ ജനതയും ഗവൺമെന്റും ഞങ്ങളോട് ക്ഷമിക്കണം എന്നിങ്ങനെ അവർ മീഡിയയിലൂടെ അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ച് ക്ഷമാപണം നടത്തുന്നു. ഈ വാർത്താ സമ്മേളനത്തിന്റെ ലൈവൊക്കെ വിമാനത്തിലുള്ളവരും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും കാണുന്നുണ്ട്. അത് കണ്ടതോടുകൂടി അവർക്ക് കൂടുതൽ ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം അവരിപ്പോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നല്ലേ. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ് ജപ്പാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതോടെ തങ്ങളുടെ ജീവിതം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയക്കാൻ തുടങ്ങി. ഇപ്പോൾ അതുമാത്രമല്ല പ്രശ്നം, ജപ്പാൻകാരിങ്ങനെ ടിവിയിലൂടെ ആ വാക്സിൻ ഫലപ്രദമാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കിയില്ലേ. അതോടെ കൊറിയയിലെ ജനങ്ങൾക്കും അതിനെപ്പറ്റി സംശയമുണ്ടാവുന്നു. ഈ വൈറസ് ബാധ തങ്ങൾക്കും ഉണ്ടാവുമോ എന്നുള്ള പേടി അവർക്കുണ്ടായി തുടങ്ങി. അതോടെ ഫ്ലൈറ്റ് സിയോളിലേക്ക് ഇറക്കുന്നതിന് ജനങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇതേസമയം എയർപോർട്ടിലാവട്ടെ ടീമിലുള്ളവർ മിനിസ്റ്ററോടും ഇതേ സംശയം ആരായാൻ തുടങ്ങി. കാരണം അന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരുപക്ഷെ അന്നത്തെ ആ വൈറസ് ഇത്രയധികം പവർഫുൾ ആയിരിക്കില്ല. പക്ഷെ ഇന്ന് അത് മ്യൂട്ടേറ്റ് ചെയ്തതും സിയോക്ക് ഒരുപാട് തവണ ലാബിൽ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയതുമാണ്. പുതിയ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പോലും വളരെ കുറവാണ്. അതുകൊണ്ട് അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ വാക്സിൻ ഇന്ന് ഫലപ്രദമാവുമോ എന്ന് അവരും സംശയിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഒഫീഷ്യൽ യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇതേ രീതിയിൽ ഉന്നയിക്കാൻ തുടങ്ങി. ഇപ്പൊ ഫ്ലൈറ്റ് കൊറിയയിലേക്ക് ലാൻഡ് ചെയ്താൽ അവരെ നമുക്ക് ചികിത്സിക്കാം. ഒരുപക്ഷെ ഈ വാക്സിൻ ഫലപ്രദമല്ല എങ്കിൽ ആ വൈറസ് കൊറിയ മുഴുവൻ പടർന്നു പിടിക്കും. അങ്ങനെയെങ്കിൽ ഒരു വലിയ മഹാമാരിക്കായിരിക്കാം കൊറിയ സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നൊരു ചോദ്യം ആ യോഗത്തിൽ ഉയർന്നു വരുന്നു. അപ്പോൾ നമ്മുടെ മിനിസ്റ്റർ പറയും, അവർ നമ്മുടെ ജനങ്ങളല്ലേ, അവരെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുത്തുകൂടെ എന്നൊക്കെ പുള്ളിക്കാരി ഒഫീഷ്യൽസിനോട് ചോദിക്കുന്നു. ഒഫീഷ്യൽസ് ഇൻ ദ സെൻസ് പ്രസിഡന്റും ബാക്കിയുള്ള ആൾക്കാരുമാണ് കേട്ടോ. അവരെ വീഡിയോ കോളിലൂടെ ആണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അത് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെയാണ് ജപ്പാനും അമേരിക്കയും അവരെ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിൽ ഹയർ ഒഫീഷ്യൽസ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ജനങ്ങളാണ്, നമ്മൾ അവരെ സ്വീകരിച്ചേ മതിയാവൂ എന്ന് മിനിസ്റ്റർ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് പാർക്ക് പറയും, താഴെ ഭൂമിയിലുള്ളവരും നമ്മുടെ ജനങ്ങളാണ്. ആ വിമാനം ഇവിടെ ലാൻഡ് ചെയ്താലുള്ള അപകടങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഏതാണോ അപകടം കുറഞ്ഞത് അതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ആ വിമാനത്തെ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തിടണമെന്നാണോ? അതോ അതിന്റെ ഫ്യൂൽ തീരുന്നതുവരെ അത് ആകാശത്ത് തന്നെ കറങ്ങിക്കോട്ടെ എന്നാണോ എന്ന് മിനിസ്റ്റർ ദേഷ്യത്തോടെ കൂടി അവരോട് ചോദിക്കുന്നു. ഉടനെ ഹയർ ഓഫീഷ്യൽ പറയും, അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? മാഡം, ഇനിയും തീരുമാനമെടുക്കാൻ വൈകിയാൽ അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് മിനിസ്റ്റർ വളരെയധികം വിഷമത്തോടെ അവരോട് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ഇൻഹോയുടെ മകൾ ഇൻഹോയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ സംഭാഷണങ്ങളെല്ലാം അവളും കേൾക്കുന്നു.
ആ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യില്ലേ, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലേ എന്ന് വളരെയധികം വിഷമത്തോടെ അവൾ അച്ഛനോട് ചോദിക്കുന്നു. അത് കേട്ടതോടെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ ആ കൺട്രോൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. എന്താണ് സംഭവമെന്നറിയാൻ അയാളുടെ അസിസ്റ്റന്റും ഇൻഹോയുടെ കൂടെ പോകുന്നു. ഹയർ ഓഫീഷ്യൽസ് മിനിസ്റ്ററോട് പറയും, പ്രസിഡന്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു വെറും വാക്കാണെന്ന് മിനിസ്റ്റർക്ക് മനസ്സിലാവുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടാത്തതുകൊണ്ട് അവർ കൈയൊഴിഞ്ഞതാണെന്ന് ആ വാക്കുകൾ കേട്ടാൽ മിനിസ്റ്ററെ പോലെ തന്നെ നമുക്കും മനസ്സിലാവും. ആ വിമാനത്തിലുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇപ്പോ ഗവൺമെന്റിന് മുന്നിലില്ല. ഇതേസമയം നമ്മുടെ ജയ്ഹ്യൂക്ക് ഫ്ലൈറ്റ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ജപ്പാൻ എന്തിനാണ് ഞങ്ങൾക്ക് നേരെ എയർഫോഴ്സ് അറ്റാക്ക് നടത്തിയത്? ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഇല്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിക്കഴിഞ്ഞാൽ വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ സിയോൾ എയർബേസിലേക്കാണോ വരേണ്ടത് എന്നൊക്കെ ജയ്ഹ്യൂക്ക് അവരോട് ചോദിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല. മറുവശത്ത് നമ്മുടെ ഇൻഹോ അവിടെ നിന്ന് ഇറങ്ങി വന്നല്ലോ. അയാൾ എവിടേക്കാണ് പോയതെന്നറിയോ? സിയോക്കിന്റെ വീട്ടിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിരുന്നില്ലേ? അതിന്റെ അകത്തുനിന്ന് ഈ വൈറസിന്റെ സാമ്പിൾ അവർ ശേഖരിച്ചിരുന്നല്ലോ. അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു ടെമ്പററി ലാബ് സെറ്റപ്പിലേക്കാണ് നമ്മുടെ ഇൻഹോ ചെല്ലുന്നത്. അസിസ്റ്റന്റ് വന്നിട്ട് പുള്ളിക്കാരനെ തടഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ടെൻഷൻ അടിച്ച് ഇൻഹോയോട് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്ക്, ഇവിടെ ആ വൈറസിന്റെ സാമ്പിൾ ഉണ്ട്. ഞാനത് എന്റെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മിനിസ്റ്റർ കിമ്മിനെ വിളിക്കണം. എന്നിട്ട് എനിക്ക് ആന്റിവൈറസ് തരാൻ പറയുക. ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആ ഫ്ലൈറ്റ് ഇവിടെ തന്നെ ഇറക്കണം. സർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കണ്ടതല്ലേ അന്ന് ആ വൈറസിൽ നിന്ന് സർവൈവ് ചെയ്ത ആളുടെ അവസ്ഥ, അത് വളരെ ഭയാനകമാണ്. നിങ്ങൾ ഇത് ചെയ്യരുത് സർ എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അയാളെ തടയാൻ ശ്രമിക്കുന്നു. നമ്മുടെ പക്കൽ സമയം ഒട്ടുമില്ല. ഇതല്ലാതെ മറ്റൊരു വഴിയും. നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ആ വിമാനത്തിലുള്ളവർ മരിക്കും. നമുക്കത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. എനിക്കെന്റെ ഭാര്യയെ ആ രീതിയിൽ മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ല എന്നും പറഞ്ഞ് ഇൻഹോ ലാബിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. വിഷമത്തോടെ അത് നോക്കി നിൽക്കാനേ അസിസ്റ്റന്റിന് സാധിച്ചുള്ളൂ. അടുത്ത സീനിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ആ വൈറസിനെ ഇൻഹോ സ്വയം ശരീരത്തിൽ കുത്തിവെച്ചു എന്ന് മിനിസ്റ്ററെ അറിയിക്കുന്നു. അത് കേട്ട് മിനിസ്റ്റർ തരിച്ചു നിന്നുപോയി. ഈ സമയത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഫ്ലൈറ്റിന് എസ്കോർട്ടായിട്ട് കൊറിയൻ എയർഫോഴ്സ് വിമാനങ്ങളും വരുന്നു. എന്തിന്റെ പേരിലാണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു എസ്കോർട്ട് ഒരുക്കിയത് എന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ അത് ആ വിമാനത്തെ ആരും അറിയാതെ നശിപ്പിക്കാനുമായിരിക്കാം. ജയ്ഹ്യൂക്ക് എയർഫോഴ്സ് വിമാനത്തിന്റെ പൈലറ്റിനോട് നമ്മൾ സിയോളിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ അയാൾ സിയോൾ അല്ല എന്ന് മാത്രമാണ് മറുപടി പറയുന്നത്. എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് അതിന് കൃത്യമായ ഉത്തരവും നൽകുന്നില്ല. ഇതേസമയം താഴെ പ്രസിഡന്റിന്റെ PAക്ക് മുന്നിൽ പത്രക്കാരെല്ലാം നിരന്നു നിൽക്കുകയാണ്. ആ വിമാനം സിയോൾ എയർബേസിലേക്ക് എസ്കോർട്ട് ചെയ്യുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ വൈറസ് സ്പ്രെഡ് തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് മുൻകരുതലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പത്രക്കാർ ചോദിക്കുന്നു. അവരെ ഞങ്ങൾ സേഫ് ആയിട്ട് കൊണ്ടുവരും. ക്വാറന്റൈനും അതിന്റെ ട്രീറ്റ്മെന്റിനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു PAയുടെ മറുപടി. ഒരു സംശയമുണ്ട്, ഇത് PA ആണോ അതോ വല്ല ക്യാബിനറ്റ് മിനിസ്റ്റർ ആണോ എന്നുള്ള ഒരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ഇറക്കണമെങ്കിൽ അതൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാനാണ് സാധ്യത. അപ്പോൾ സോറി കേട്ടോ PA എന്ന് പറഞ്ഞതിൽ. ഇതേസമയം തന്നെ ഈ വിമാനത്തിലെ യാത്രക്കാരുടെ ബന്ധുമിത്രാദികളൊക്കെ താഴെയുണ്ടല്ലോ. അവർ ഓരോ എയർപോർട്ടിലേക്കായിട്ട് എവിടെയാണ് ഇവർ ഇറങ്ങുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അവരെല്ലാവരും കൂടി ഇപ്പോൾ സിയോൾ എയർബേസിലേക്ക് പോവുകയാണ്. ഇതേസമയം ഒരു വെബ്സൈറ്റിൽ ഒരു ഓൺലൈൻ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നു. ആ ഫ്ലൈറ്റ് സിയോളിൽ ഇറക്കരുത് എന്നായിരുന്നു ആ പെറ്റീഷൻ. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും വോട്ട് ചെയ്യുന്നു. പക്ഷേ ഇറക്കാൻ പാടില്ല എന്നായിരുന്നു ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. മറുവശത്ത് നമ്മുടെ ഇൻഹോയാവട്ടെ ആ വൈറസ് ബാധിച്ച് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ആന്റിവൈറസ് ഡോസ് നൽകിയെങ്കിലും അത് ഫലപ്രദമാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഡോസിന്റെ അളവ് കൂട്ടിക്കൂട്ടി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മിനിസ്റ്റർ കിമ്മാവട്ടെ അയാളുടെ ഈ ത്യാഗം കണ്ട് മരവിച്ചു നിൽക്കുകയാണ്. ഇതേസമയം സിയോൾ നഗരത്തിലാവട്ടെ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ആ ഫ്ലൈറ്റ് ഇവിടെ ഇറക്കാൻ പാടില്ല എന്നാണ് അവരെല്ലാം മുറവിളി കൂട്ടുന്നത്. ആ ഫ്ലൈറ്റ് വെടിവെച്ച് തകർക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ആ വിമാനത്തിലുള്ള യാത്രക്കാരെല്ലാം ഇന്റർനെറ്റിലൂടെ ഈ വിവരങ്ങളെല്ലാം അറിയുന്നു. അവർക്ക് വളരെയധികം വിഷമമാവാൻ തുടങ്ങി. ആ സമയത്ത് യാത്രക്കാരിൽ ഒരുത്തനുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും അടയാളം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. അവനും ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തൊരു സ്വാർത്ഥരാണ് അവരൊക്കെ, നമുക്ക് ജീവിക്കണ്ടേ, അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ, നമ്മളോട് അങ്ങോട്ടേക്ക് പോകണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്, എന്തൊരു ദുഷ്ടന്മാരാണ് അവർ എന്നൊക്കെ അവനിങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവൻ നേരത്തെ തെറി പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരി ചോദിക്കും, ഇത് തന്നെയല്ലേ നിങ്ങൾ ഞങ്ങളോടും ചെയ്തത്? അതിന് അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ജീവിതം ഇനി വേണോ എന്ന് തന്നെ അവർ ചിന്തിച്ചുപോയി. അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി എയർപോർട്ടിലെല്ലാം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതേസമയം പാതി ബോധത്തിൽ ചോയി ജയ്ഹ്യൂക്കിനോട് പറയും, ക്യാപ്റ്റൻ, അന്നത്തെ സംഭവത്തിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നേണ്ട ആവശ്യമില്ല. അവരുടെ മരണം നിങ്ങളുടെ തെറ്റായിരുന്നില്ല. പക്ഷേ എന്റെ വിഷമത്തിൽ നിന്നും ഒളിച്ചോടാൻ എനിക്ക് നിങ്ങളെ കുറ്റം പറയേണ്ടി വന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ജയ്ഹ്യൂക്കിന് വളരെയധികം ആശ്വാസമാവുന്നു. താഴെ പ്രൊട്ടസ്റ്റ് വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ വിമാനം ഇവിടെ തന്നെ ഇറക്കണമെന്നും ആ വിമാനത്തിലുള്ളവരും നമ്മുടെ ഫാമിലിയാണെന്നും നമ്മൾ തന്നെ വേണം ആ
അവരെ സ്വീകരിക്കാനും അഭയം നൽകുവാനും എന്ന് പറഞ്ഞ് അവരുടെ ലാൻഡിങ്ങിന് സപ്പോർട്ടായിട്ടുള്ള ജനങ്ങളും ആ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ കൂട്ടത്തിലുണ്ട്. വിമാനത്തിലുള്ളവരാകട്ടെ ഇതെല്ലാം കണ്ട് കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. ആ സമയം വിമാനത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങണോ? ഈ അസുഖം നമ്മൾ കാരണം മറ്റുള്ളവരിലേക്ക് പകർന്നാലോ എന്ന് കരഞ്ഞുകൊണ്ട് എല്ലാവരോടും ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ സ്വാർത്ഥം പുള്ളി പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമുക്ക് ജീവിക്കണ്ടേ, എനിക്കിങ്ങനെ മരിക്കണ്ട. അപ്പോഴേക്കും ഒരു സ്ത്രീ അയാളുടെ കയ്യിലും ബ്ലിസ്റ്റേഴ്സ് രൂപപ്പെട്ടത് കാണിച്ചു കൊടുക്കുന്നു. പാവം അത് കണ്ടതോടെ അയാൾ കരഞ്ഞുപോയി. ആ സമയത്ത് ഇൻഹോയുടെ ഭാര്യ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായിട്ട് പറയും, നമുക്ക് ലാൻഡ് ചെയ്യാതിരുന്നൂടെ? ഞാൻ കാരണം എന്റെ ഭർത്താവിനും മകൾക്കും ഈ അസുഖം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവർ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരായി നിൽക്കുന്നതും എനിക്ക് സഹിക്കാനാവില്ല. എന്റെ പ്രിയപ്പെട്ടവർ ഈ രോഗം കാരണം കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഈ വേദന ഞാൻ മാത്രം അനുഭവിക്കുന്നതല്ലേ? ഉടനെ തന്നെ ഒരു സ്ത്രീ അതിലുണ്ടായിരുന്ന ഡോക്ടറോട് സിയോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ഡോക്ടർക്ക് അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. അതോടെ എല്ലാവരും നിശബ്ദരായി. അടക്കി പിടിച്ചുള്ള കരച്ചിലുകളും നെടുവീർപ്പുകളും മാത്രമാണ് ഇപ്പോ അതിനുള്ളിൽ കേൾക്കാനുള്ളത്. പെട്ടെന്ന് നമ്മുടെ സൂമിൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് സൂമിനെയും കൊണ്ട് ജയ്ഹ്യൂക്കിന്റെ അടുത്തേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അവൾ ജയ്ഹ്യൂക്കിനെ ഗാഢമായി കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അയാളോട് പറയും, അച്ഛാ, നമുക്ക് ഈ വിമാനം താഴെ ഇറക്കണ്ട. എന്റെ കൂട്ടുകാർക്ക് ഈ രോഗം പകരാൻ പാടില്ല. ജയ്ഹ്യൂക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ എയർ ഹോസ്റ്റസിനെ നോക്കുന്നു. അപ്പൊ പുള്ളിക്കാരി പറയും, ഈ വിമാനത്തിലുള്ള എല്ലാവരും ഇപ്പോ വൈറസ് ബാധിതരാണ്, അതുകൊണ്ട് ഈ വിമാനം താഴെ ഇറക്കണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ രോഗം മറ്റുള്ളവരിലേക്കും പകർത്താൻ അവർക്കാർക്കും ഇഷ്ടമല്ല. ആ എയർ ഹോസ്റ്റസിന്റെയും ജയ്ഹ്യൂക്കിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജയ്ഹ്യൂക്ക് തന്റെ മകളെ വാരിപ്പുണരുന്നു. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ആ വൈറസ് മറ്റൊരാൾക്കും പകരാതിരിക്കാൻ വേണ്ടി, മരണത്തെ സ്വയം വരിക്കാൻ ആ വിമാനത്തിലുള്ളവർ ഓരോരുത്തരും സ്വമേധയാ തീരുമാനമെടുക്കുന്നു. ജയ്ഹ്യൂക്ക് തങ്ങളുടെ തീരുമാനം താഴെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കുന്നു. സ്കൈ കൊറിയ 501 എന്ന ഈ വിമാനത്തിലുള്ള ഞങ്ങൾ ഓരോരുത്തരും ഈ വിമാനം താഴെ ഇറക്കണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പാർക്ക് ജയ്ഹ്യൂക്കിനോട് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഇൻഹോയാവട്ടെ ജീവന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. താഴെയുള്ള ജനങ്ങൾ ഇതിനെ എത്രമാത്രം ഭയക്കുന്നു എന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിലാണ് ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഭയമുണ്ട്. ഞങ്ങളും മനുഷ്യരാണ്. മനുഷ്യരായതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും ഈ തീരുമാനമെടുക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി വലിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ലാൻഡ് ചെയ്യില്ല. ജയ്ഹ്യൂക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം TV ചാനലിലൂടെയും റേഡിയോയിലൂടെയും എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനങ്ങളും എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവരെല്ലാം തരിച്ചിരുന്നു പോയി. ഇതേ സമയം ട്രീറ്റ്മെന്റിലായിരുന്ന ഇൻഹോ പെട്ടെന്ന് അബോധാവസ്ഥയിലാവുന്നു. അവസാനമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു എന്ന് ജയ്ഹ്യൂക്ക് എല്ലാവരോടുമായിട്ട് പറയുന്നു. ഇനി ഈ വിമാനത്തിലെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ജയ്ഹ്യൂക്ക് കോൾ ഡിസ്കണക്ട് ചെയ്യുന്നു. ആ നഗരം മുഴുവൻ നിശ്ചലമായതുപോലെ തോന്നി. ആർക്കും ഒന്നും തന്നെ പറയാനില്ല. ആർക്കും ഒന്നും തന്നെ ചെയ്യാനില്ല. തങ്ങളുടെ ഉറ്റവരെയും കൊണ്ട് ആ വിമാനം വാനിലൂടെ പറന്നകലുന്നത് എല്ലാവരും നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്നു. തുടർന്ന് ആ വിമാനത്തിലുള്ള ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ടവരെ വീഡിയോ കോൾ ചെയ്യുന്നു. അവസാനമായുള്ള കൂടിക്കാഴ്ച, എന്നേക്കുമായുള്ള യാത്ര പറച്ചിൽ. വളരെ ഇമോഷണലായി എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവസാനമായി ഒരു നോക്ക് കാണുന്നു. അല്പസമയത്തിനുള്ളിൽ ആ വിമാനം മേഘങ്ങൾക്കിടയിൽ മറയുന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരുന്നപ്പോഴേക്കും ഒരു പുത്തൻ പ്രതീക്ഷ അവിടെ ഉണ്ടാവുന്നു. നമ്മൾ മരിച്ചെന്ന് കരുതിയ ഇൻഹോ മരണത്തെ തോൽപ്പിച്ച് ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുന്നു. അവരോട് തിരിച്ചു വരാൻ പറ എന്ന് മിനിസ്റ്റർ കിമ്മിനോട് ബോധം വന്ന ഉടനെ തന്നെ ഇൻഹോ പറയുന്നു. മിനിസ്റ്റർ കിമ്മിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവർക്ക് ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി. ഇൻഹോയുടെ ത്യാഗത്തിനു മുന്നിൽ അവർ കരഞ്ഞുപോയി. ഇൻഹോയുടെ കണ്ടീഷൻ മെച്ചപ്പെട്ടു തുടങ്ങി. അതോടെ വിമാനം തിരിച്ചു വിളിക്കാൻ മിനിസ്റ്റർ കിം പാർക്കിനോട് ഓർഡർ ചെയ്യുന്നു. എന്തു തന്നെ സംഭവിച്ചാലും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് മിനിസ്റ്റർ അയാൾക്ക് ഉറപ്പു നൽകുന്നു. വേഗം അവരോട് തിരിച്ചു വരാൻ പറ എന്ന് പാർക്ക് ഉദ്യോഗസ്ഥരോട് പറയുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നം. എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവർ ഓഫ് ചെയ്തിട്ടാണുള്ളത്. അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. യാത്രക്കാരുടെ ഫോൺ വർക്കിംഗ് ആയിരിക്കില്ലേ? ഉടനെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് അവരോട് ഈ വിവരം പറയാൻ പറ എന്ന് പാർക്ക് എല്ലാവരോടും ഉച്ചത്തിൽ അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആന്റിവൈറസ് ഫലപ്രദമാണെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വിളിക്കെന്നും പറഞ്ഞ് ഒഫീഷ്യൽസ് അവർക്ക് നിർദ്ദേശം നൽകുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വേഗം അവരുടെ പ്രിയപ്പെട്ടവരെ വിളിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ടായിരിക്കണം. കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതോടെ എല്ലാവർക്കും
എല്ലാവർക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ആരോ വിളിച്ചു പറയും, എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നെറ്റ്വർക്ക് ജാമായിരിക്കുന്നത്, എല്ലാവരും വേഗം മെസ്സേജ് അയക്ക്. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ച് എല്ലാവരും വിമാനത്തിലുള്ളവർക്ക് മെസ്സേജ് ചെയ്യുന്നു. ജീവിതത്തിലേക്കുള്ള പുതിയ അധ്യായം മെസ്സേജുകളുടെ രൂപത്തിൽ വിമാനത്തിലുള്ളവർക്ക് ലഭിക്കുന്നു. നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മളെ തിരിച്ചു വിളിക്കുന്നു, നമ്മളോട് തിരികെ ചെല്ലാൻ പറയുന്നു എന്ന് എല്ലാവരും സന്തോഷത്തോടെ കണ്ണീരോടെ വിളിച്ചു പറയുന്നു. സന്തോഷം സഹിക്കവയ്യാതെ എല്ലാവരും പരസ്പരം വാരിപ്പുണരുകയും കൂകി വിളിക്കുകയും അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞതോടെ ജേഹ്യൂക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൺട്രോൾ റൂമിലുള്ളവർ ജേഹ്യൂക്കിനോട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറയുന്നു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും സീറ്റ് ബെൽറ്റ് മുറുക്കുക, നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് എയർ ഹോസ്റ്റസ് അനൗൺസ് ചെയ്യുന്നു. ജേഹ്യൂക്ക് വിമാനം ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പെട്ടെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു പ്രശ്നം ഉണ്ടാവുന്നത്. വിമാനത്തിന്റെ ഇന്ധനം തീരാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്ത് ഗ്ലൈഡ് ചെയ്തുകൊണ്ട് വേണം റൺവേയിലേക്ക് ഇറങ്ങാൻ. അത് അത്ര സേഫായ കാര്യമല്ല. കാരണം കാറ്റിന്റെ വേഗതയും ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയും അത്ര നല്ലതല്ല. അതോടെ സിയോൾ എയർബേസിൽ നിന്നും സുവോൻ എയർബേസിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ റൂമിൽ നിന്നും ജേഹ്യൂക്കിനോട് പറയുന്നു. ഉടനെ ജേഹ്യൂക്ക് മാപ്പ് നോക്കിയിട്ട് അവരോട് പറയും, എനിക്ക് തോന്നുന്നത് സിയോങ്മോ എയർഫീൽഡാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനമില്ലാത്തത് കൊണ്ട് തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല. കാരണം എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് വേണം വിമാനം ഗ്ലൈഡ് ചെയ്ത് ഇറക്കാൻ. സിയോങ്മോ എയർഫീൽഡ് എന്റെ ട്രെയിനിങ് കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് മറ്റേത് എയർഫീൽഡിനേക്കാളും ഇതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ജേഹ്യൂക്ക് അവരോട് പറയുന്നു. അപ്പൊ അവരാകട്ടെ അവിടെ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെ പറ്റി ജേഹ്യൂക്കിനോട് പറയുന്നു. അപ്പോൾ ജേഹ്യൂക്ക് എന്ത് ചെയ്തു എന്ന് പറയും, ഓരോരാളുടെ അഭിപ്രായം കേട്ടോണ്ടിരുന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഹെഡ്ഫോൺ എടുത്തു മാറ്റുന്നു. എന്നിട്ട് താൻ പറഞ്ഞ എയർഫീൽഡിലേക്ക് തന്നെ വിമാനം ഇറക്കാൻ അയാൾ തുടങ്ങുന്നു. ഹേയ് ഫസ്റ്റ് ഓഫീസർ ചോയ്, ഐ ആം ഗോയിങ് ടു സേയിങ് ഓം നോ എന്ന് പറഞ്ഞു. ആ വാക്ക് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേ എയർപോർട്ട്. അത് വാക്ക് കിട്ടുന്നില്ലടേ, അമ്മാതിരി ഒരു പേര്. ഇവർക്ക് ഇങ്ങനെ ഓരോ പേര് പറഞ്ഞാൽ പോരെ, നമ്മളല്ലേ അതെല്ലാം പറഞ്ഞ് ഒപ്പിക്കേണ്ടത്. പക്ഷെ ചോയ് മറുപടി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ചോയ്, അന്ന് സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഒരുപാട് തവണ ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, തലപുകഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്നതായിരുന്നു. എന്റെ തീരുമാനം ശരിയായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ തീരുമാനവും ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജേഹ്യൂക്ക് ചോയ് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവനോട് പറയുന്നു. ഞാനായിരുന്നെങ്കിലും അന്ന് അത് തന്നെ ചെയ്യുമായിരുന്നു എന്ന് പാതി ബോധത്തിൽ ചോയ് ജേഹ്യൂക്കിനോട് പറയുന്നു. അത് കേട്ടതോടെ ജേഹ്യൂക്കിന് തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ കുറ്റബോധം ഇല്ലാതാവുന്നു. അവന് ഒരു ആത്മവിശ്വാസം കൈവരുന്നു. അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതേസമയം താഴെയാവട്ടെ ആ ഒഫീഷ്യൽസ് ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടമുണ്ടാവുമെന്നും ആ വരുന്ന വേഗത്തിന് റൺവേയിൽ കൺട്രോൾ കിട്ടുകയില്ല എന്നും വിമാനം ക്രാഷ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണ്. എല്ലാവരും ടെൻഷൻ അടിച്ച് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ വേറെ ചോയ്സ് ഇല്ല. ജേഹ്യൂക്ക് പറഞ്ഞ അതേ എയർപോർട്ടിലേക്ക് വേണ്ട സഹായങ്ങളെല്ലാം എത്തിക്കൂ എന്ന് പാർക്ക് എല്ലാവരോടും പറയുന്നു. വിമാനം ലാൻഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ പവർ ഓഫ് ആവുന്നു. ഒരുപക്ഷെ അതിന്റെ ഫ്യൂൽ തീർന്നു പോയതായിരിക്കുമെന്ന് താഴെ നിന്നും ഓഫീഷ്യൽസ് പറയുന്നു. ഉടനെ തന്നെ നമ്മുടെ ജേഹ്യൂക്ക് ബാക്കിയുണ്ടായിരുന്ന പവർ എല്ലാം മാനുവലി ഓഫ് ചെയ്യുന്നു. യാത്രക്കാരെല്ലാം പേടിച്ച് വിറക്കാൻ തുടങ്ങി. എഞ്ചിൻ ഓഫ് ആയതോടുകൂടി താഴെയുള്ളവർക്കാണെങ്കിൽ വിമാനത്തിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽസ് ഒന്നും കിട്ടുന്നില്ല. അവരെല്ലാവരും കൂടുതൽ ടെൻഷൻ ആവാൻ തുടങ്ങി. വീണ്ടും ഒരു ദുരന്തമാണോ തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോയി. ജേഹ്യൂക്കാകട്ടെ ആത്മവിശ്വാസത്തോടെ എഞ്ചിൻ ഓഫ് ചെയ്ത് വിമാനം ഗ്ലൈഡ് ചെയ്ത് താഴേക്കിറക്കുകയാണ്. വിമാനം റൺവേയിലേക്ക് വളരെയധികം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒഫീഷ്യൽസിനെല്ലാം ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. ജേഹ്യൂക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺവേയിൽ നിന്നും മാറി ഈ വിമാനം സർക്കുലർ മൂവ്മെന്റിൽ കറക്കാൻ തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ വേഗത കുറയുമല്ലോ. അങ്ങനെ അവസാന നിമിഷം സേവ് ചെയ്തിരുന്ന അവസാനത്തെ ഇന്ധനവും ഉപയോഗിച്ച് ജേഹ്യൂക്ക് എഞ്ചിൻ ഓൺ ചെയ്ത് വിമാനം റൺവേയിലേക്ക് പറത്താൻ തുടങ്ങുകയാണ്. കാറ്റിന്റെ ദിശ മാറിയിരിക്കുന്നു. നിങ്ങളുടെ വിമാനത്തിന്റെ വേഗതയും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് പറ്റിയ സമയം, വേഗം ലാൻഡ് ചെയ്യൂ എന്ന് ഒഫീഷ്യൽസ് ജേഹ്യൂക്കിനോട് നിർദ്ദേശിക്കുന്നു. ജേഹ്യൂക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അതിന് സാധിച്ചില്ല. വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി ദിശ മാറുന്നു. ഉടനെ തന്നെ ജേഹ്യൂക്ക് വിമാനത്തെ ഒരു തവണ കൂടി വട്ടത്തിൽ പറപ്പിക്കുന്നു. വിമാനം ക്രാഷ് ആകാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഒഫീഷ്യൽസ് എല്ലാം തലയിൽ കൈവച്ചു പോകുന്നു.
അങ്ങനെ വളരെ സാഹസികമായി യാതൊരു അപകടവുമില്ലാതെ ജയഹ്യൂക്ക് ആ വിമാനം ലാൻഡ് ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ മിനിസ്റ്റർ കിമ്മിന്റെ ക്യാബിനറ്റ് വിചാരണയാണ് കാണിക്കുന്നത്. ഈ ഒരു ഇൻസിഡന്റിൽ പല കാര്യങ്ങളും ക്യാബിനറ്റുമായിട്ട് ആലോചിക്കാതെയാണ് പുള്ളിക്കാരി തീരുമാനമെടുത്തത്. അതിന്റെ പേരിലുള്ള ചോദ്യം ചെയ്യലാണ് ഈ നടക്കുന്നത്. പ്രധാനമായിട്ടും ആന്റിവൈറസ് പൂർണ്ണമായിട്ടും ഫലപ്രദമാണെന്ന് അറിയാതെ തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ പുള്ളിക്കാരി പറഞ്ഞിരുന്നല്ലോ. കാരണം ഇപ്പോഴും ഇൻഹോ അയാളുടെ നോർമൽ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടില്ല. ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിൽ വരും വരായികകൾ നോക്കാതെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെറ്റല്ലേ എന്ന് മിനിസ്റ്റർ കിമ്മിനെ അവർ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ അതിന്റെ എല്ലാം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് മിനിസ്റ്റർ തന്റെ ക്യാബിനറ്റ് പദവി രാജിവെക്കുന്നു. അടുത്ത സീനിൽ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. ഈ വൈറസ് ബാധിച്ച് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളുമെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. ജയഹ്യൂക്കും സൂമിനും ക്യാപ്റ്റൻ ചോയിയും ഇൻഹോയും എല്ലാവരും ഉണ്ട് അവിടെ. ഇൻഹോ ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. എന്നാലും അവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ അയാളും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ശുഭപര്യവസായിയായി ഒരല്പം നൊമ്പരത്തോടെ സിനിമ അവസാനിക്കുന്നു.